ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള സ്കെൽറ്റൽ സിസ്റ്റം, അതുപോലെ മസ്കുലർ സിസ്റ്റം അല്ലേ, ഇത് വളരെ വലിയൊരു സിസ്റ്റമാണ്. നമുക്ക് എന്തായാലും ഒരു ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് ഉറപ്പിക്കാൻ പറ്റും. ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്കൊരു 3-4 ക്ലാസ് കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പഠിപ്പിക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റാതെ ഒന്നും ചോദിക്കില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും സ്കെൽറ്റൽ സിസ്റ്റത്തിനെ ഒരു പേടിയോട് കൂടി നോക്കിക്കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളല്ല, സ്റ്റുഡൻസ് വേണമെങ്കിൽ പറയാം അല്ലേ, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിനെ ഒരു പേടിയോട് കൂടി നോക്കുകയാണ്. കാര്യം എന്താ, ഇതിങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും സാധനത്തിൻ്റെ പേര് പഠിക്കാനുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അല്ല ഇതൊക്കെ എങ്ങനെ പഠിക്കുക എന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് പൊതുവേ ഒരു പേടി വരും. ഞാൻ പറയുന്ന ആ പേടി വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായ? അപ്പോൾ ബിക്കോസ് ഐ എം സ്പെഷ്യലൈസ്ഡ് ഇൻ ഇറ്റ്, എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയും. അത് മനസ്സിലാക്കാനും അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ നമുക്കത് കൃത്യമായിട്ട് കഥ പോലെ ഓർത്തു വയ്ക്കാനും കഴിയും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബോൺസിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ പോവാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വേറെ ഒന്നും ഒരു എന്തായിട്ട് എടുക്കണ്ട, നിങ്ങളൊരു സ്പെസിമെനായിട്ട് എടുക്കണ്ട. ഈ കാണുന്ന ചിത്രമല്ല, നമ്മുടെ ബോഡി തന്നെ സ്പെസിമെനായിട്ട് എടുക്കുക. മനസ്സിലായില്ലേ? ആ ബോഡിയിൽ നമുക്ക് ഏതൊക്കെ ഭാഗം എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് ഈ കാര്യം നമ്മുടെ മനസ്സിലിരിക്കും കേട്ടോ. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ എല്ലാവരും പവറല്ലേ, ഫുൾ പവറായിട്ടിരിക്കുക, 1 മാർക്ക് മേടിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സം ടേംസ്, സ്കെൽറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹ്യൂമൻ സ്കെൽട്ടൻ ആൻഡ് ഓവർവ്യൂ, ഒരു ഓവർവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ ആക്സിയൽ എന്നും അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൽ സിസ്റ്റം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കി പോവുക. എന്താ ആക്സിയൽ സ്കെൽറ്റൽ സിസ്റ്റം? എന്താണ് ആക്സിസ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലാണ് തിരിയുന്നത് അല്ലേ. ഭൂമി എവിടെയാണ് തിരിയുന്നത്? അതിൻ്റെ അച്ചുതണ്ടിലാണ് തിരിയുന്നത്. എന്തിലാണ് തിരിയുന്നത്? ആക്സിസിലാണ് തിരിയുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു സാങ്കല്പികമായിട്ടുള്ള ആക്സിസ് ആണ്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്കുണ്ടോ ഇതുപോലെ അച്ചുതണ്ട്? ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഉണ്ട് അല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അച്ചുതണ്ട് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഭാഗം ഇതിങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ സ്കള്ളുണ്ട്, അത് കഴിഞ്ഞൊരു വെർട്ടബ്രൽ കോളം ഉണ്ട് അല്ലേ, ഒരു നട്ടെല്ലുണ്ട് അല്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റിബ് കേജ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്. ഇതിനെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ആക്സിസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കിതിനെ എന്താണ് ആക്സിയൽ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് വിളിക്കാം. പിന്നെ വരുന്ന 2 അപ്പൻഡേജസ്, കൈകളും 2 കാലുകളും, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 ഭാഗമായിട്ട് തിരിച്ചു പഠിക്കുമ്പോഴത്തേക്കും വളരെ ലളിതമാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഈ കയ്യിൽ കാണുന്നതിന് അതിന് സമാനമായിട്ടുള്ള സെയിം സാധനങ്ങൾ താഴെയുണ്ട്. പേരിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൻ്റെ സഹായത്തോടെ പഠിക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കാം നമുക്ക്. അത് പൂർണ്ണമായിട്ട് ഇവിടെ തുടങ്ങുന്നില്ല, ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ വിശദമായിട്ടുണ്ട്. ഇതൊരു ആമുഖം മാത്രമേ ആവുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കാം സ്ട്രക്ചർ ഓഫ് ബോൺ. ഒരു ബോണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കാം. അതുപോലെ ടൈപ്സ് ഓഫ് ബോൺ, അതായത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബോൺ, എങ്ങനെ ഷോർട്ട് ബോൺ, അതുപോലെ ലോങ് ബോൺ, അതിനെല്ലാം എക്സാമ്പിളുകൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം കേട്ടോടാ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ബോൺ ഫോമിംഗ് സെൽസ് ദാറ്റ് സെക്രീറ്റ്സ് കൊളാജൻ ആൻഡ് അതർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്സ് ഓഫ് ബോൺ ടിഷ്യൂ. ബോൺ എന്താണെന്ന് പഠിക്കണം. ബേസിക്കലി നമ്മൾ കാണുമ്പോൾ ബോണിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ബോൺ വളരുമോ, നമുക്ക് കാണുമ്പോൾ ബാക്കിയുള്ള ശരീരഭാഗം പോലെ ഒരു മരക്കഷ്ണം പോലെയല്ല ബോൺ ഇരിക്കുന്നത് പലപ്പോഴും അല്ലേ. ശരിക്കും ബോൺ വളരെയൊക്കെ അതൊക്കെ നമുക്ക് അറിയാം. എന്നാലും ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബോൺ വളരുമോ, ഇതൊരു എന്താണ് വേറെ എന്തോ ഒരു സാധനമല്ലേ അല്ലേ, അങ്ങനെ സംശയം കാര്യങ്ങൾ നമുക്ക് തോന്നാവുന്ന ഒരു ഭാഗമാണ് ബോൺ എന്ന് പറയുന്നത്. ഒരു സംശയം ഉണ്ടായ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് സെല്ലുകൾ ഉണ്ടെന്ന് ചിന്തിച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ബോണിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതിനകത്ത് കോശങ്ങളുണ്ടോ? കോശങ്ങളുടെ ആവശ്യമുണ്ടോ? കോശങ്ങളുടെ ആവശ്യമുണ്ട് കേട്ടോ. കോശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വളർച്ച സംഭവിക്കത്തുള്ളൂ. കോശങ്ങൾ മാത്രമല്ല, വേറെന്തുണ്ട്? കൊളാജൻ ഫൈബറുകളുണ്ട്, അതുപോലെ മറ്റുള്ള കുറച്ച് കോൺസ്റ്റിറ്റ്യൂവൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ബോൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൊളാജനെ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകൾ, കോശങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് കോൺട്രോബ്ലാസ്റ്റുകളുണ്ട്, ഓസ്റ്റിയോബ്ലാസ്റ്റ് ഉണ്ട്, ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത് ഓസ്റ്റിയോസൈറ്റ്സ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാണുന്ന നമ്മുടെ അസ്ഥികളിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളാണ്. അതിൽ ഏത് സെല്ലാണെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബി, ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കണം. എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ബോണിലുള്ള കോശങ്ങളെ കുറിച്ച് പഠിക്കണം അല്ലേ. കോശങ്ങളെക്കുറിച്ചും അതിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് പഠിക്കണം. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്കെൽട്ടൺസ് കൊടുത്തിട്ടുണ്ട്.
രണ്ട് തരത്തിൽ നമുക്ക് ആ സ്കെൽട്ടൺസ് കാണാൻ പറ്റും. ഒന്നെന്താണ് എൻഡോസ്കെൽട്ടൺ. നമുക്ക് നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ, ഒരു നായയുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ, ഒരു പക്ഷിയുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കെൽട്ടൺ പുറത്ത് കാണാൻ പറ്റും മക്കളെ? കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ? അത് എൻഡോസ്കെൽട്ടൺ ഉള്ള ജീവികളാണ് അല്ലേ. അതിൻ്റെ എല്ലാം സ്കെൽട്ടൺ എവിടെയാണ്? ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അതേസമയം എക്സോസ്കെൽട്ടൺ ഉള്ള ജീവികളുണ്ടോ? ഉണ്ട്. നമ്മളൊരു ഞണ്ടിനെ എടുത്താലോ അല്ലെങ്കിൽ ഒരു പ്രോൺസിനെ അല്ലെ കൊഞ്ചിനെയോ ഇങ്ങനെയുള്ള ജീവികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം സ്കെൽട്ടൺ എവിടെയാണ്? എൻ്റെ ശരീരത്തിൻ്റെ പുറത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, എൻഡോ എക്സോ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സ്റ്റഡി ഓഫ് ബോൺസ് എന്ന് പറയുമ്പോൾ ഓസ്റ്റിയോളജി എന്താണ്? ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബോൺസ് ആണ് കേട്ടോ. ഓസ്റ്റിയം ബോൺ ആണ്. ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബോൺസ് ആണ്. പണ്ടേ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്കെൽട്ടൺ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ്? ഒന്ന് എൻഡോസ്കെൽട്ടണും, രണ്ടെന്താണ് എക്സോസ്കെൽട്ടണും. എൻഡോസ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ എന്ത് കാണപ്പെടുന്നത്? സ്കെൽട്ടൺ കാണപ്പെടുന്നത്. അതുപോലെ എക്സോസ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ശരീരത്തിന്റെ പുറത്താണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ സ്കെൽട്ടൺ കാണപ്പെടുന്നത്. ഇനി നമുക്ക് മസ്കുലോ സ്കെൽട്ടൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താ ഫങ്ഷൻസ്? എന്തിനാണ് ഈ സാധനം? നമുക്ക് ഇങ്ങനൊരു സാധനം എന്തിനാ? ഈ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ പണ്ട് അമീബയുടെ ചിത്രം വരച്ചതുപോലെ നമ്മളെല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞ് തലയിൽ ഇങ്ങനെ കിടക്കും. പിന്നെ നമുക്ക് ഇഴഞ്ഞങ്ങനെ പോകാനുള്ള, ഇഴഞ്ഞു പോകണമെന്നുണ്ടെങ്കിലും അല്ലേ, മൂവ്മെന്റ് സാധ്യമാക്കുക. എനിക്കിങ്ങനെ കൈയെടുത്ത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അസ്ഥികൾ, ആ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പേശികളൊക്കെയാണ് ഈ മൂവ്മെന്റ് സാധ്യമാക്കുന്നത് അല്ലേ മക്കളെ? എന്താണ് മൂവ്മെന്റ് സാധ്യമാക്കുക? ചലനം സാധ്യമാക്കുക. ഒന്ന്. രണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റേണൽ ഓർഗൻസ്. നേരത്തെ പറഞ്ഞു എന്താണ്? ഇത് എൻഡോസ്കെൽട്ടൺ ആണ് എന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ വെച്ചേക്കുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്നൊരു സംശയം ഉണ്ടാവാം. അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മുടെ പല വൈറ്റൽ ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ്? തെറ്റു പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്നറിയാവോ? എന്താ കാര്യം? നിങ്ങൾ റിബ് കേജ് ഇല്ലാത്ത ലങ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ മതി നമ്മുടെ ജീവൻ അപകടത്തിലാവാൻ അല്ലേ? ചെറിയ മുള്ളോ ഒരു ചെറിയ കത്തിയോ കുത്തിപ്പൊത്ത് കയറി പോയി കഴിഞ്ഞാൽ ഒരു ഇടി കിട്ടിയാൽ മതി നമ്മുടെ ജീവൻ, തട്ട് കിട്ടിയാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും. ഇതാണ് സംഭവം. കാരണം നമ്മൾ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലുള്ള ഒരു അവയവമാണ് നമ്മുടെ ഈ വെർട്ടിബ്രേറ്റ്സിനെ എല്ലാം എടുത്ത് നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ ലങ്സ് എന്ന് പറയുന്ന അവയവം. കണ്ടോ? ഏതൊരു അനിമലിനെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലാണ് ലങ്സ് ഇരിക്കുക, ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ലങ്സ് ഇരിക്കുക, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലങ്സ് ഇരിക്കുക. അപ്പോൾ ബേർഡ്സിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ലങ്സ് നമ്മുടെ കറക്റ്റായിട്ട് ബേർഡ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ഡയഫ്രം വെച്ച് വേർതിരിച്ച ഒരു തൊറാസിക് ക്യാവിറ്റി അവർക്ക് ഇല്ല. കാര്യം അവരുടെ റെസ്പിറേഷൻ ഈസ് ആൾവേസ് കണക്റ്റഡ് വിത്ത് സം കൈൻഡ് ഓഫ് എയർ സർക്കുലേഷൻ. അതിനകത്തൊരു 9 എന്തുണ്ട്, ഒരു എന്താണ് വായു നിർമ്മിത അറകളൊക്കെ അതിൻ്റെ ശരീരത്തുണ്ട്. ഓക്കെ, അതോടെ ഒരു ഇത്തിരി കോംപ്ലിക്കേഷൻ അവിടെ നിൽക്കട്ടെ. എന്നാലും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആ ഒരു കേജ് കണ്ടോ നിങ്ങൾ? കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റേണൽ ഓർഗൻസ്. അതുപോലെ നമ്മുടെ തലച്ചോറ്, ഏതൊരു ഇത്തരത്തിലുള്ള ആ അനിമലിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും, ഒരു ഹയർ ലെവലിലുള്ള നട്ടലുള്ള അനിമലിനെ എടുത്തു കഴിഞ്ഞാലും തലച്ചോറ് പൊതിയുന്ന തരത്തിലുള്ള തലയോട്ടി ഉണ്ടായിരിക്കും അല്ലേ? സംശയമില്ല കാര്യത്തിൽ. കാര്യം എന്താ? തലച്ചോറെന്ന് പറയുമ്പോൾ അത്രയും വൈറ്റൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അയാളുടെ തലച്ചോറ് മരിക്കുമ്പോഴാണ്. എന്നാലേ ആ വ്യക്തിക്ക് മരണം സാധ്യമാകുന്നുള്ളൂ അല്ലേ? അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് മരണം സാധ്യമാവുക. ശരിക്കും ഞാൻ കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. മരിച്ചു എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ടേം എന്ത്? ബ്രെയിൻ ഡെത്ത് അല്ല. ഓക്കെ, എന്നാൽ ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞതാണ് അല്ലേ? നമ്മുടെ ഓർമ്മകൾ മരിക്കുന്നു, നമ്മളിലെ വ്യക്തി മരിക്കുന്നു, പിന്നെ നമ്മുടെ ശരീരം മാത്രമായിട്ട് ജീവിച്ചിട്ട് എന്താണ് പ്രയോജനം? നമ്മളുടെ വെജിറ്റേറ്റീവ് ഓർഗനായി അല്ലെങ്കിൽ നമുക്ക് കുറേ സപ്പോർട്ട്, കുറേ ലൈഫ് സപ്പോർട്ട് മാത്രം തന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ജീവൻ നിലനിർത്തിയിട്ട് എന്താ കാര്യം? അപ്പോൾ മരിച്ചു എന്ന് വേണമെങ്കിൽ അപ്പോൾ കണക്കാക്കാം അല്ലേ? ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഓർഗനാണ് എന്ത്? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല അത്രയ്ക്കും ഫ്രജൈലായിട്ടുള്ള ഒരു ഓർഗനാണ് അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ തലയൊക്കെ അടിച്ച് വീണ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാൻ പറയുന്നു. അപ്പോൾ നമ്മൾ പലരും തമാശയായിട്ട് ചിന്തിക്കും, ഇത്രയും ഭാഗം പോയിട്ട് ഇത് മാത്രം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ സാറേ? വെക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രൊട്ടക്ഷൻ വേണ്ടേ? അങ്ങനെയല്ല കേട്ടോ. അത് വെറുതെ നമ്മൾ അങ്ങനെ പലരും തമാശയ്ക്ക് പറയുന്നത് അങ്ങനെയല്ല. ഏറ്റവും എത്രയേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കൊരു ഡോക്ടറുടെ ഒരു ഒരു അഭിമുഖം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ ഭാഷ അറുംപാദം എന്ന് പറയും. തലയ്ക്ക് ഒന്നും പറ്റിയില്ല, ബാക്കി ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പറ്റിയ ഒരു അറുംപാദമുണ്ട്, എന്തെങ്കിലും ചെയ്തെടുക്കാം.
തലയ്ക്ക് നല്ല രീതിയിൽ ക്ഷതം സംഭവിച്ചാൽ പോക്കാണ്. കാര്യം ഞാൻ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞു തന്നു. മാത്രമല്ല അതിനകത്ത് വളരെ ജെല്ലി പോലുള്ളൊരു 1.5 കിലോ സാധനം അതിനകത്ത് ഇരിക്കുന്നേ കേട്ടോ. നമ്മൾ ഈ കാണുന്ന നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും അത് ആ സാധനമാ. അപ്പോൾ അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ പ്രൊട്ടക്ഷന് ആരാണ് നമ്മുടെ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് സ്ട്രക്ചറൽ സപ്പോർട്ട്? നമുക്ക് ഈ സ്ട്രക്ചർ തരുന്ന ആരാ ബോൺസ് ആണ്. എൻ്റെ ഈ കയ്യിലെ ബോൺ വളഞ്ഞിരുന്നാൽ എനിക്ക് സ്ട്രക്ചർ കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പോൾ എന്ത് സ്ട്രക്ചറൽ സപ്പോർട്ട് തരുന്നു. അതുപോലെ ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ അല്ലേ, ഹിമറ്റോപോയസിസ്, ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇറച്ചി കഴിക്കുന്ന ആൾക്കാർ ആരെങ്കിലും എല്ല് കടിച്ച് പൊട്ടിച്ച് അതിനകത്തുള്ള മജ്ജ കഴിക്കാൻ ശ്രമിക്കാറുണ്ടോ? 10 ഒരാൾക്കെങ്കിലും ആ സ്വഭാവം ഉണ്ടായിരിക്കും. എനിക്ക് ആ സ്വഭാവമുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 തരത്തിൽ നമുക്ക് മജ്ജ കാണാൻ പറ്റും. ഒന്ന് റെഡ് മാരോയും 2 യെല്ലോ ബോൺ മാരോയും. വലിയ ആനിമൽസിൻ്റെ ഒക്കെ അത്യാവശ്യം പ്രായം ചെന്ന ആനിമൽസിൻ്റെ എല്ലാം ലോങ് ഷാഫ്റ്റുകളിലാണ് ബോൺ മാരോ യെല്ലോ കളർ കാണപ്പെടുന്നത്. നിങ്ങൾ പലരും പോത്തുംകാല് കഴിക്കുന്ന വീഡിയോ കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പോത്തുംകാലൊക്കെ വയനാടൻ പോത്തുംകാല ഭയങ്കര ഹിറ്റല്ലേ. അതിങ്ങനെ നമ്മൾ വേവിച്ചിട്ട് ഇങ്ങനെ തട്ടി എടുക്കുമ്പോൾ അതിനകത്ത് എന്ത് കിട്ടും? യെല്ലോ കളറുള്ള ഫാറ്റി ആയിട്ടുള്ള സാധനം കിട്ടും. ദാറ്റ് ഈസ് കാൾഡ് അത് യെല്ലോ ബോൺ മാരോ. പക്ഷേ നമ്മുടെ ഈ ബോണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? വേറെ റെഡ് ബോൺ മാരോ എന്ന് പറയുന്ന ഭാഗം കൂടിയുണ്ട്. ആ ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റോറേജ് ഓഫ് മിനറൽസ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിനും ഫോസ്ഫറസിനൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലിന്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ എല്ല് ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കാൽഷ്യവും ഫോസ്ഫറസും അല്ല, നമുക്കറിയാം. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ കാൽഷ്യം നമ്മുടെ ശരീരത്തിന് മറ്റു പല ആക്ടിവിറ്റീസിനും ആവശ്യമായിട്ട് വരുന്ന ഒരു മൂലകമാണ്. ഞാനിങ്ങനെ കൈ മടക്കി ഉയർത്തി ഇടിച്ചു നിങ്ങളെ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? എൻ്റെ മസിൽസിൽ കോൺട്രാക്ഷൻ സംഭവിച്ചില്ലേ? അവിടെ നിങ്ങൾ മസ്കുലർ കോൺട്രാക്ഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും കാൽഷ്യം അയോൺസിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗവും നമ്മുടെ അസ്ഥികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കഥ പോലെ മനസ്സിലാക്കി മൂവ്മെന്റിന് സഹായിക്കുന്നു അല്ലേ? യെസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റേണൽ ഓർഗൻസ് അല്ലേ? അതുപോലെ സ്ട്രക്ചറൽ സപ്പോർട്ട്, ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ എവിടെയാണെന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റോറേജ് ഓഫ് മിനറൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റത്തിനായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സ്കെലിറ്റൽ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് മക്കളെ? ഫസ്റ്റ് ഓഫ് ഓൾ ബോൺസ് ഉണ്ട്, അസ്ഥികളുണ്ട്, വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. 2 എന്തുണ്ട്? ജോയിൻസ് ഉണ്ട്. ജോയിൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ വെയർ 1 or more ബോൺസ് ജോയിൻസ് ടുഗദർ. ഒന്നോ അതിലധികമോ ബോൺസ് കൂടിച്ചേരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ജോയിന്റുകൾ എന്ന് വിളിക്കുക, സന്ധികൾ എന്ന് വിളിക്കുക അല്ലേ? ഇതൊരു സന്ധിയല്ലേ? റിസ്റ്റ് ഒരു സന്ധിയാണ്. ഇവിടെ ഒരുപാട് ബോൺസ് വന്ന് ചേരുന്നുണ്ട് അല്ലേ? ഒരുപാട് ബോൺസ് ഉണ്ട് അവിടെ, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ ഇതൊരു ജോയിന്റ് അല്ലേ മക്കളെ? ഇതൊരു ജോയിന്റ് ആണ്, കണ്ടോ? ഇതൊരു ജോയിന്റ് ആണ്, ഫൈൻ. അപ്പോൾ ഇതൊരു ജോയിന്റ് ആണ്. ഈ ജോയിന്റ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ മടക്കുമ്പോൾ കാണാൻ പറ്റുന്നത്, കണ്ടില്ലേ? അവിടെ 2 ബോൺസ് തമ്മിൽ ചേരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സന്ധിയുണ്ട്. അപ്പോൾ ഇതാണ് ജോയിന്റ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ ആണ്. ഇനി സ്കെലിറ്റൽ മസിൽ എന്ന് നോക്കാം. സ്കെലിറ്റൽ മസിൽ, they are the muscles that connect to your bones and allow to perform a wide range of movements. Okay, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളെ ഇടിക്കാൻ വേണ്ടി കൈ ഓങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ബോൺസ് മാത്രം മതിയോ? പോരാ മക്കളെ, ആ ബോൺസിന് പവർ കൊടുക്കുന്ന തരത്തിൽ എന്ത് വേണം? ഈ കാണുന്ന പോലെ കുറെ മസിൽസ് വേണം അല്ലേ? മസിൽസ്, അത് നമ്മളെ സ്കെലിറ്റൽ മസിൽസ് എന്നാണ് വിളിക്കുന്നത്. സ്കെലിറ്റൽ മസിൽസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? സ്കെലിറ്റൽ മസിൽസ്. അപ്പോൾ അതുപോലെ ഈ മസിൽസിനെ മിക്കവാറും എല്ലാ സ്കെലിറ്റൽ മസിൽസും വോളണ്ടറി മസിലാണെന്നോട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇൻവോളണ്ടറി മസിൽ? വോളണ്ടറി? നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് അല്ലേ? എനിക്ക് കൈ ഉയർത്താൻ തോന്നിയാൽ മാത്രം ഞാൻ കൈ ഉയർത്തിയാൽ മതി, മനസ്സിലായില്ലേ? അത് എനിക്ക് ഞാൻ കൈ ഉയർത്താൻ തോന്നില്ല, ചുമ്മാ കൈയിനെ പൊങ്ങൂ, അപ്പോൾ അത് ഇൻവോളണ്ടറി ആക്ഷനാണ്, മനസ്സിലായില്ലേ? അതേസമയം എൻ്റെ ഹാർട്ട് നിരന്തരം ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എനിക്ക് നിർത്താൻ പറ്റുമോ? നോ, ദാറ്റ്സ് ഇൻവോളണ്ടറി ആക്ഷൻ. അതിനകത്ത് എൻ്റെ ബ്രെയിനിന് നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചാൽ നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ആക്ഷനാണ് ഇൻവോളണ്ടറി ആക്ഷൻ. അപ്പോൾ നിർത്താൻ ഓടുക ഇറ്റ്സ് എൻ വോളണ്ടറി ആക്ഷൻ. നിർത്താൻ വിചാരിച്ചാൽ നിർത്താൻ പറ്റുമല്ലോ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മിക്കവാറും സ്കെലിറ്റൽ മസിൽ എല്ലാം ഇൻവോളണ്ടറി മസിൽസ് ആണ്, മനസ്സിലാക്കുക. സ്കെലിറ്റൽ മസിൽസ്? ദേ ആർ മസിൽസ് ദാറ്റ് കണക്ട് ടു യുവർ ബോൺസ് ആൻഡ് അലോ ടു പെർഫോം എ വൈഡ് റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കെലിറ്റൽ മസിൽസ്. ഇനി കാർട്ടിലേജ് നോക്കാം.
കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിക്കൻ്റെ കാലെടുക്കുക. ഇപ്പോൾ പോയി ചിക്കൻ കാല് മേടിച്ചിട്ടുണ്ടാ, നിങ്ങൾ എല്ലാവരും മേടിച്ച് കാണും. പക്ഷേ എല്ലിനടുത്തോട്ട് കഴിക്കാത്ത ആൾക്കാർ കാർട്ടിലേജ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധ്യത കുറവാണ്. അപ്പോൾ ചിക്കൻ്റെ കാലെടുത്തിട്ട് നമ്മൾ ആ എല്ല് കടിച്ചു പൊട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് പോലെ കടിച്ചാൽ പൊടിയാത്ത എന്നാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഭാഗം കടിച്ചിളകി കളഞ്ഞാൽ നമുക്ക് അവസാനം പിന്നെ എല്ലി കടിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? ദാറ്റ് ഈസ് കാൾഡ് കാർട്ടിലേജ്. നിങ്ങൾ വേറെ കാർട്ടിലേജ് കണ്ടിട്ടുണ്ടോ? അതായത് ഇവിടെ ചെവിക്കകത്ത് കാർട്ടിലേജ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ ചെവി ഇങ്ങനെ പിടിച്ച് നോക്കിക്കേ. ചെവി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മസിൽസ് മാത്രമല്ല മക്കളെ ഇരിക്കുന്നത്. മസിൽസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കാർട്ടിലേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാർട്ടിലേജ് എന്താണ്? സ്ട്രോങ് ആണ്, അത്യാവശ്യം സ്ട്രോങ് ഉണ്ട് അല്ലേ, ശക്തിയുള്ള സാധനമാണ്. മസിൽ പോലെ ഫ്ലാസിഡ് ആയിട്ട് കിടക്കുന്ന സാധനമല്ല. ഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. കണ്ടോ, ചെവി ഇങ്ങനെ പിടിച്ചാൽ അവിടെ ഒടിഞ്ഞു പോകില്ലല്ലോ. പക്ഷേ നമ്മളെ ബോണാണ് അതിനകത്ത് ഇരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഒടിഞ്ഞു പോകും അല്ലേ? അപ്പോൾ കാർട്ടിലേജ് എന്താണ്? സ്ട്രോങ് ആണ്, ശക്തിയുണ്ട് അതിന്. അതുപോലെ അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇത് എന്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? നമ്മുടെ ജോയിൻസിനെയും ബോൺസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ കാല് ഈ അവസാനത്തെ ആ മുട്ട് വെച്ച് വെട്ടിക്കളയുമ്പോഴത്തേക്കും ഇതാ നോക്ക്, ഇതിനിടയിൽ ഇതേപോലൊരു ഭാഗം നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഇതൊരു കാർട്ടിലേജ് ആണ്. ഇതെന്താ? ഈ നമ്മുടെ ജോയിൻസിലുള്ള ഈ കാർട്ടിലേജിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ മുട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആർട്ടിക്കുലാർ കാർട്ടിലേജസ് ഉണ്ട്. ആ കാർട്ടിലേജിൻ്റെ ഇടയിൽ എന്തുണ്ട്? സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജീവിതകാലം മൊത്തവും നമ്മൾ നിൽക്കുന്നു നടക്കുന്നു, ഇതിൻ്റെ ഇടയിൽ എല്ലാം ഉണ്ട് കേട്ടോ ഈ സംഗതികൾ. അതായത് ഈ മൂവ്മെൻ്റ് ഉള്ള എല്ലാ ബോൺസിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഈ സംഗതികളുണ്ട്. ഈ സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഈ ചലനം സാധ്യമാകത്തുള്ളൂ. ചില അമ്മൂമ്മമാരൊക്കെ പ്രായമായിട്ട് സന്ധിവാദം വരുമ്പോഴത്തേക്കും, എന്താ സന്ധിവാദം എന്ന് പറഞ്ഞാൽ വിരളൊക്കെ ഇങ്ങനെ ഇരിക്കും, മടങ്ങൂല. മടങ്ങിയാൽ ടക്കോ എന്നൊരു സൗണ്ട് കിട്ടി മടങ്ങും. മനസ്സിലായ? മര്യാദയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ആദ്യം മുട്ടിൻ്റെ ഇടയ്ക്കുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് തീരും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ നമ്മുടെ കാർട്ടിലേജ് തമ്മിൽ ഒരയാൻ തുടങ്ങും. കാർട്ടിലേജ് ഒരഞ്ഞെറിഞ്ഞ് തീർന്നാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നടക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ അല്ലേ, ഈ മൂവ്മെൻ്റ് ഉള്ള ജോയിൻസിൽ പ്രധാനമായിട്ടും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ കാർട്ടിലേജിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. മനസ്സിലായോ? എന്താണ്? ജോയിൻസിലെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ്. ജോയിൻസിനെ കവർ ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും മക്കളെ? കാർട്ടിലേജ് ഉണ്ടാകും. അതിന്റെ ഇടയിലാണ് സൈനോവിയൽ ഫ്ലൂയിഡ് ഉള്ളത്. ഓക്കെ ആണ്. അപ്പോൾ കാർട്ടിലേജ് എന്താണ് മനസ്സിലായി? കാർട്ടിലേജ് സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ ബോൺസിനെയും അതുപോലെ ജോയിൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മം. എന്നാൽ ഈ ജോയിൻസിലും ബോൺസിലും മാത്രമാണോ കാർട്ടിലേജ് ഉള്ളത്? അല്ല, വേറെ പല സ്ഥലങ്ങളിലുണ്ട്. എവിടെ? ഉദാഹരണം നമ്മുടെ ചെവിയിൽ കാർട്ടിലേജ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഏതാണ് നമ്മുടെ ശ്വാസനാളത്തിൽ അല്ലേ, ശ്വാസനാളം ട്രക്കിയ കാർട്ടിലേജ് സ്ട്രക്ചറാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും. അതുപോലെ നമ്മുടെ സ്റ്റേണോ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ കാർട്ടിലേജിന്റെ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതിനിടയിൽ കാർട്ടിലേജിനെ മിക്സ് ആയിട്ട് വരുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ അല്ലേ. കാർട്ടിലേജ് സ്ട്രോങ് ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് പ്രൊട്ടക്ട്സ് യുവർ ജോയിൻസ് ആൻഡ് ബോൺസ്. ജോയിന്റുകളെയും ബോണുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂവിനാണ് എന്ത് വിളിക്കുക? കാർട്ടിലേജ് എന്ന് വിളിക്കുക. ഇനി എന്താ ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. Ligaments എന്ന് പറഞ്ഞാൽ ligaments are bands of tissue that help hold bones, joints and organs in place. നോക്ക് എന്താണ്? Ligaments are bands of tissue that help to hold bones, joints and organs in place. ബോൺസ് മാത്രമല്ല, ജോയിൻസ് മാത്രമല്ല, ചില ഓർഗൻസിനെയും അതാത് സ്ഥലങ്ങളിൽ കെട്ടിവെക്കുന്ന അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്തുന്ന ബാൻഡ്സ് ഓഫ് ടിഷ്യൂസിനെയാണ് എന്ത് വിളിക്കുക? ലിഗമെന്റ് എന്ന് വിളിക്കുക. ഇത് കണ്ടോ, ഇത് ലിഗമെന്റ് ആണ് മക്കളെ. മനസ്സിലായോ പറഞ്ഞത്? ദേ ഇവിടെ ഒരു ബോണുണ്ട്, ഇവിടെ കുറേ ബോണുകൾ ഇതിനകത്തുണ്ട്. ഈ ബോണുകൾക്കിടയിലേക്ക് ഇതേ ഇങ്ങോട്ടൊരു കെട്ട്, ഇങ്ങോട്ടൊരു കണക്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയും ശക്തിയേറിയ മൂവ്മെന്റ് നമുക്ക് ഫ്ലിക്ക് ഷോട്ട് ഒന്നും ബാറ്റ് എടുത്ത് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് ഇത്തരത്തിലുള്ള ഈ ലിഗമെന്റുകൾ വെച്ച് ബോൺസിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് സാധ്യമാകും. പക്ഷെ അത്രയും ശക്തമായിട്ടുള്ള മൂവ്മെന്റിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല.
നിങ്ങൾ ലിഗമെന്റ് ടയർ എന്ന് കേട്ടിട്ടുണ്ടാവും. ലിഗമെന്റ് ടയർ എന്ന് ചിലപ്പോൾ നിങ്ങൾ സ്പോർട്സ് ഇഞ്ചറി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ കളിക്കുന്ന ആൾക്കാരാണ്, നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ലിഗമെന്റ് ടയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കയ്യിലുണ്ടാകാം ലിഗമെന്റ് ടയർ, കാലിലുണ്ടാകാം, പല സ്ഥലങ്ങളിൽ നമുക്ക് ലിഗമെന്റ് ടയർ ഉണ്ടാകാം. ഈ ലിഗമെന്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താ ലിഗമെന്റ്? ഇവിടെ ഒരു ലിഗമെന്റും ടെൻഡനും എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബോൺസുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന കെട്ടിവെച്ചിരിക്കുന്ന സാധനമാണ് എന്ത്? ലിഗമെന്റ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താ ടെൻഡൻ എന്ന് പറഞ്ഞാൽ? ടെൻഡൻസ് ലൊക്കേറ്റഡ് അറ്റ് ഈച്ച് എൻഡ് ഓഫ് എ മസിൽ അറ്റാച്ച് മസിൽ ടു ബോൺ. അത്രയേ ഉള്ളൂ. മസിൽസ് ടു ബോൺ ടെൻഡൻ. ഇവിടെ ഞാൻ ബോൺസ് ലൈക്സ് ബോൺസ് എന്ന് പറഞ്ഞില്ലേ? ഇത് കണ്ടോ നിങ്ങൾ? ഇത് ഓർത്തിരിക്കാൻ ലിഗമെന്റ് എന്താണ് എന്ന് ഓർത്തിരിക്കാനുള്ള കോഡാണ്. എന്താണ്? ബോൺസ് ലൈക്സ് ബോൺസ്. എന്താണ്? ബോൺസിനെയും തമ്മിൽ എന്താണ്? ബോൺസിനെ ഇഷ്ടമാണ് എന്ന് ഇത്രയുള്ള സംഭവം. അപ്പോൾ ബോൺസിനെ ബന്ധിപ്പിക്കുന്നത് ആരാണ്? എൽ, ലൈക്സ് ഫോർ ലിഗമെന്റ്സ്. ഓക്കെ, ലിഗമെന്റ്സ് അല്ലേ? ലിഗമെന്റ്സ്. ഇത് ഓർത്ത് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുന്നേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഇത് കിട്ടുന്നതിന് മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആക്വിലിസ് ടെൻഡനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ആക്വിലിസ് ടെൻഡൻ നിങ്ങൾക്ക് പിടിച്ചു നോക്കാൻ പറ്റും. നമ്മുടെ കാലിൻ്റെ കുഴിഞ്ഞരമ്പ് എന്നൊക്കെ നമ്മൾ പറയും. കുഴിഞ്ഞരമ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് നിങ്ങളുടെ കാലിൻ്റെ ഏറ്റവും താഴെ നമ്മുടെ ഈ ആക്വിലിസ് റീജിയനിൽ നിങ്ങളൊന്ന് പിടിക്കണം. ഇതാ നോക്ക്, ഇതേ ഇങ്ങനെ കാല് മടക്കി പൊക്കി കാണിച്ചിടാൻ പറ്റത്തില്ല. എന്നിട്ട് കാല് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ആക്കി നോക്കണം. മനസ്സിലായ? അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ഒരു സാധനത്തിന് ഇങ്ങനെ പിടിക്കാൻ പറ്റും. മനസ്സിലായ എന്താണെന്നുള്ളത്? അതായത് നമ്മുടെ ഈ ചെറുവണ്ണയില്ലേ, കാലിലെ ചെറുവണ്ണ എന്ന് പറയും, ആ ഭാഗത്തുള്ള വലിയ മസിൽസ് ഇല്ലേ, ആ മസിൽസിനെ നമുക്ക് ഓടാനും ചാടാനും ഒക്കെ പാകത്തിന് നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ നമ്മൾ സഹായിക്കുന്ന മസിലാണത്. ആ മസിൽസിനെ കൃത്യമായിട്ടൊരു വള്ളി പോലെ ഇതേപോലെ വലിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഭാഗമാണിത് ആക്വിലിസ് ടെൻഡൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ടെൻഡൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നോക്ക്, അതാണ് ആക്വിലിസ് ടെൻഡൻ എന്ന് പറയുന്നത്. ആക്വിലിസ് ടെൻഡൻ നിങ്ങൾക്കത് പിടിച്ചു നോക്കാൻ പറ്റും. അതിങ്ങനെ നമുക്ക് അവിടെ ഒരു വെട്ടി കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് അവൻ്റെ ആ കാലുകൊണ്ട് അവൻ എഴുന്നേക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പല കുറ്റകൃത്യങ്ങളിലും അങ്ങനെയൊക്കെ ഉള്ളത് പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും അവിടെ പോയി വെട്ടാൻ നിൽക്കരുത് കേട്ടോ. ഡിസ്ക്ലൈമർ ആണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്ക്, ഈ സംഗതി കണ്ടാൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഒരു മസിൽ, ഒരു സ്കെൽറ്റൽ മസിൽ, ആ മസിലിനെ ദേ നോക്ക് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ടെൻഡൻ, ഒരു വള്ളി. രണ്ടും വള്ളികളാണ്, രണ്ടും കയറ് വെച്ച് കെട്ടിവെച്ചേക്കുക. ഇനി മറക്കോ, ആക്വിലിസ് ടെൻഡൻ മസിലിനെയാണ് ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ ആരും എതിർക്കൂലല്ലോ. കാരണം നിങ്ങൾ ആക്വിലിസ് ടെൻഡൻ പിടിച്ചു നോക്കിയതാണ്. ആ ബോൺസിൽ നിന്നും മസിലിലേക്ക് പോകുന്ന ടെൻഡൻ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ഫീൽ ചെയ്താണ്, നിങ്ങൾ മറക്കില്ല. അപ്പോൾ ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽസിലെ ബോൺസിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണെന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, സാധാരണ ടെൻഡൻസ് എവിടെയാണ് കാണുന്നത്? ലൊക്കേറ്റഡ് അറ്റ് ഈച്ച് സൈഡ് ഓഫ് എ മസിൽ. ഓരോ മസിലിനെ കണ്ടോ, ഇവിടെയും ടെൻഡൻ ഉണ്ട്. ഓക്കെ, അതുപോലെ ടെൻഡൻസ് ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ മൊത്തം ടെൻഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെൻഡൻസും ലിഗമെന്റ്സും നമ്മൾ മനസ്സിലാക്കി. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബാൻഡ്സ് ഓഫ് ടിഷ്യൂ ദാറ്റ് ഹെൽപ്പ് ടു ഹോൾഡ് ബോൺസ് ആൻഡ് ജോയിന്റ്സ് ആൻഡ് അതർ ഓർഗൻസ് ഇൻ പ്ലേസ്. അല്ലേ? നമ്മളെ പല ഇന്റേണൽ ഓർഗൻസും പല ലിഗമെന്റുകൾ വെച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പ്രധാനമായിട്ട് ചോദ്യം വരുന്നത് എന്താണ്? ബോൺസിലേക്ക് അല്ലെങ്കിൽ ബോൺസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബാൻഡ് ഓഫ് ടിഷ്യൂ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ മക്കളെ? ലിഗമെന്റ് ആണ്. ടെൻഡൻ എഴുതരുത് കേട്ടോ. ടെൻഡൻ എന്ന് പറയുമ്പോൾ ആക്വിലിസ് ടെൻഡൻ ഓർമ്മിക്കുക, അല്ലെങ്കിൽ ബോൺസ് ലൈക്സ് ബോൺസ് എന്ന കോഡ് ഓർമ്മിക്കുക. അപ്പോൾ ലിഗമെന്റ് ആണ് ബോൺസുകൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചർ നോക്കാം. ഇതിന്റെ നമ്മുടെ ഇതൊരു ബോണാണ്, ബോണിന്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ, ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നാലും കോർട്ടെക്സ്, ബോൺസിന്റെ ഔട്ടർ കോർട്ടെക്സിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ എല്ലെടുക്കുക. എല്ലെടുത്തിട്ട് നമ്മൾ കടിച്ച് പൊട്ടുന്ന ഭാഗമാണ് എന്ത്? ഔട്ടർ മോസ്റ്റ് ലെയർ മേഡപ്പ് ഓഫ് ഡെൻസ് കോമ്പാക്റ്റ് ബോൺ ടിഷ്യൂ. ഉണ്ടോ? അതാണ് പൊട്ടുന്ന ഭാഗം. അതെന്താണ്? ഡെൻസ് ആയിട്ടുള്ള, കട്ടിയുള്ള, കോമ്പാക്റ്റ് ആയിട്ടുള്ള ബോൺ ടിഷ്യൂ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ പറഞ്ഞ ഔട്ടർ കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംശയമില്ലല്ലോ കാര്യത്തിൽ? സംശയമില്ലല്ലോ? ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇവിടെ ഒരു ലോങ് ബോണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ലോങ് ബോണിനെ സംബന്ധിച്ച് ഇതിന് 2 എൻഡുകൾ ഉണ്ടായിരിക്കും, ഒരു ബോഡി ഉണ്ടായിരിക്കും. ഈ ലെങ്തി ആയിട്ടുള്ള ബോഡിയെ നമ്മൾ ഡയാഫൈസിസ് എന്ന് വിളിക്കും. എന്താണ്? ഡയാഫൈസിസ് എന്ന് വിളിക്കും. ഓക്കെ, ലോങ്ങസ്റ്റ് ഷാഫ്റ്റിന് വിളിക്കുന്ന പേരെന്താ മക്കളെ? ഡയാഫൈസിസ്.
പിന്നെ അതിനോടൊപ്പം അപ്പുറവും ഇപ്പുറവും 2 എപ്പിഫൈസിസും കാണപ്പെടുന്നു. കണ്ടോ, 2 എപ്പിഫൈസും കാണപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചിക്കൻ്റെ എല്ലാണെന്നുണ്ടെങ്കിൽ കടിച്ചു പൊട്ടിച്ചാൽ അങ്ങേറ്റം ഇങ്ങേറ്റം എന്തായിരിക്കും, റെഡ് ബോൺമാരെ ആയിരിക്കും. പക്ഷേ അത്യാവശ്യം നല്ല പ്രായം ചെന്ന ഒരു ആനിമലിൻ്റെ ബോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങേറ്റം ഇങ്ങേറ്റം എന്തായിരിക്കില്ല, റെഡ് ബോൺമാരെ ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് ഡയാഫൈസ് എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ 2 എപ്പിഫൈസ് എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, എന്താണ് ഇൻസൈഡ് എപ്പിഫൈസിസ്? നോക്ക്, എന്താണ് ഇൻസൈഡ് എപ്പിഫൈസിസ്? ആ സൈഡിലുള്ള എപ്പിഫൈസിന്റെ ഉള്ളിൽ എന്തുണ്ട്? സ്പോഞ്ചി ബോൺ ടിഷ്യൂ ഉണ്ട്. ദാറ്റ് കണ്ടെയ്ൻസ് റെഡ് ബോൺ മാരോ വെയർ ഹിമാറ്റോപോയസിസ് ഒക്കേഴ്സ്. ഓക്കെ, എന്താണ് ഹിമാറ്റോപോയസിസ്? എന്താണ്? റെഡ് ബ്ലഡ് സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാണ് എന്ത് മക്കളെ? ഹിമാറ്റോപോയസിസ് അല്ലേ? ഹിമാറ്റോപോയസിസ് റെഡ് ബ്ലഡ് സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഗ്രാമിനാണ് എന്ത് വിളിക്കുക? ഹിമാറ്റോപോയസിസ് വിളിക്കുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നു, എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ബോൺ ടിഷ്യൂ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എവിടെ എപ്പിഫൈസിന്റെ ഉള്ളിൽ. അതിന് നമ്മൾ റെഡ് ബോൺ മാരോ എന്ന് വിളിക്കുന്നു. അവിടെയാണ് എന്ത് സംഭവിക്കുക? ഹിമാറ്റോപോയസിസ് സംഭവിക്കുക എന്നുള്ളതാണ്. ഓക്കെയാണ്. ദ സ്റ്റെം സെൽസ് പ്രസന്റ് ഹിയർ പ്രൊഡ്യൂസസ് WBC, RBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ? നമ്മുടെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളെയും, നമ്മുടെ ബ്ലഡിൽ ആവശ്യമുള്ള എല്ലാ സെല്ലുകളെയും ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ് മക്കളെ? ഈ പറഞ്ഞ നമ്മുടെ എപ്പിഫൈസിന്റെ ഉള്ളിലുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ബോൺ ടിഷ്യൂയിൽ കാണപ്പെടുന്ന റെഡ് ബോൺ മാരോയിലാണ്. ഓക്കെയാണ് പറയുന്നത്? ഓക്കെയാണ്. അതുപോലെ ഇൻസൈഡ് ഡയാഫൈസിന്റെ ഉള്ളിൽ യെല്ലോ ബോൺ മാരോ കാണപ്പെടുക. യെല്ലോ ബോൺമാരോ. ആ യെല്ലോ ബോൺമാരോ എന്ന് പറയുമ്പോൾ ഫാറ്റി ആയിട്ടുള്ളൊരു ഡെപ്പോസിഷനാണ്, ഫാറ്റി ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡയാഫൈസിസ് ആൻഡ് എപ്പിഫൈസ് സെപ്പറേറ്റഡ് ബൈ മെറ്റാഫൈസിസ് വിച്ച് കണ്ടെയ്ൻ എപ്പിഫൈസിയൽ പ്ലേറ്റ് ഓർ ഗ്രോത്ത് പ്ലേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് പല പരീക്ഷകളിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെറ്റാഫൈസിസ് എന്ന് വിളിക്കുക. ഈ ഭാഗം, ഇത്ര ഭാഗം എന്താ? ഡയാഫൈസിസ്, നീളമുള്ള ഭാഗത്തിന് നമ്മൾ ഡയാഫൈസിസ് എന്ന് വിളിക്കുന്നു. സൈഡ് ഏറ്റവും എൻഡ് എപ്പി എന്ന് പറയുമ്പോൾ എപ്പിക്കൽ അല്ലെ? എപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഏറ്റവും എൻഡിൽ. അതെ, എപ്പിഫൈസ് എന്ന് പറയുമ്പോൾ 2 എൻഡിൽ കാണുമ്പോൾ എപ്പിഫൈസിസ്, നീളമുള്ള ഡയാഫൈസിസ്, 2 എൻഡിലുള്ള എപ്പിഫൈസിസ് അല്ലേ? അതിനുശേഷം ഇൻ ബിറ്റ്വീൻ ദാറ്റ് ദർ ഈസ് എന്താ? മെറ്റാഫൈസിസ് ഉണ്ട്. ഓക്കെ, എന്താ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ? ബോൺ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ. ബോൺ വെറുതെ ഇരുന്നാൽ പോരാ. നമ്മൾ ചെറിയ കാലത്തിലെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കൈയുടെ സൈസാണോ? അല്ല. നീളം, പ്രത്യേകിച്ച് എന്താണ്, ലോങ് ബോൺസിനെ സംബന്ധിച്ചിടത്തോളം നീളം വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നീളം വർദ്ധിപ്പിച്ചാൽ മാത്രം മതിയോ? പോരാ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്യാനുണ്ട്. കാരണം എന്താ? വളർച്ചയെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. എന്ത്, മുകളിലോട്ടും താഴോട്ടുള്ള സെൽസ് മാത്രമല്ല വിഘടിക്കുന്നത് അല്ലേ? ഇന്ന് കാണുന്ന നിങ്ങളല്ല അടുത്ത ആഴ്ച കാണുന്ന നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു സാധാരണക്കാരൻ കുട്ടിയോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. എന്താ കാര്യം? ഇന്ന് നിങ്ങൾ കാണുന്ന കോശങ്ങളെല്ലാം അടുത്ത ആഴ്ച നിങ്ങളിൽ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ 90% കോശങ്ങളും അടുത്ത ആഴ്ച നിങ്ങളിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാര്യം എന്താ? അതെല്ലാം റീപ്ലേസ് ചെയ്ത് പുതിയ കോശങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഇറ്റ്സ് എ പെർഫെക്റ്റ് റീജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ റീജനറേറ്റ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രധാനമായിട്ട് നമുക്ക് ഇതിനകത്ത് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്ന സംഗതി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നെർവ് സെൽസ് മാത്രമേ ഉള്ളൂ. നെർവാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്ത് ലൈഫ് ടൈം ഉള്ള കോശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നെർവ് സെൽസ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം കണ്ണിലെ കോശങ്ങളാകട്ടെ, കയ്യിലെ കോശങ്ങളാകട്ടെ, സ്കിന്നിലെ കോശങ്ങളാകട്ടെ, എല്ലിലെ കോശങ്ങളാകട്ടെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സമയത്ത് മാറ്റി പുതിയത് വന്നാണ്. അങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വളർച്ച ത്രൂ ഔട്ട് നമ്മൾ കൊണ്ടല്ലേ വളർച്ചയുണ്ട്. അപ്പോൾ ആ വളർച്ച സാധ്യമാക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു എപ്പിഫൈസിയൽ പ്ലേറ്റ് വേണം മക്കളെ. കണ്ടോ, ഒരു എപ്പിഫൈസിയൽ പ്ലേറ്റ്. അത് ഇവിടെ തന്നെ വെക്കണം, എന്നാലേ ഇങ്ങോട്ട് വളരത്തുള്ളൂ. ഇതാണ് ഏറ്റവും കൂടുതൽ വളർച്ച, ഇങ്ങോട്ടല്ലേ? അതാ, യെസ്. എന്താണ്? ഒരു എപ്പിഫൈസിയൽ പ്ലേറ്റ്. അതിന് മറ്റൊരു പേര് പറയുന്നുണ്ട്. എന്താണ്? ഗ്രോത്ത് പ്ലേറ്റ് അല്ലേ? ഗ്രോത്ത് പ്ലേറ്റ് എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുക. അപ്പോൾ എപ്പിഫൈസിയൽ പ്ലേറ്റ് കാണപ്പെടുന്നത് എപ്പിഫൈസിലല്ല, മെറ്റാഫൈസിസിലാണ്. ശ്രദ്ധിക്കണം. എപ്പിഫൈസിയൽ പ്ലേറ്റ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് കാണപ്പെടുന്നത് എപ്പിഫൈസിസിലല്ല. പരീക്ഷ ഹാളിൽ കയറുമ്പോൾ സംശയം ഉണ്ടാകുന്ന അവിടെയാണ്. നീ എത്ര മിടുക്കെന്ന് സംശയം ഉണ്ടാവും അല്ലേ? സംശയം ഉണ്ടാകാം. അപ്പൊ നോക്ക, ഒന്ന് ഡയാഫൈസിസ്, നടുക്കുള്ള നീളമുള്ള ഭാഗം. 2 എൻഡ് എന്താ? എപ്പിഫൈസിസ് അല്ലേ? 2 എൻഡിൽ നിൽക്കുന്നു. അപ്പൊ ഇൻ ബിറ്റ്വീൻ ദിസ് ഡയാഫൈസിസ് ആൻഡ് ദിസ് എപ്പിഫൈസിസ് there is a
മെറ്റാഫൈസിസ് ആൻഡ് ദിസ് കണ്ടെയ്ൻസ് എന്താ ഉള്ളത് എപ്പിഫൈസിയൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ്. അവിടെയാണ് വളർച്ച സാധ്യമാകുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എല്ല് കടിക്കുമ്പോൾ പൊട്ടിക്കുന്ന ഭാഗം ഏതാ? കോർട്ടെക്സ്. പല ഓർഗൻ എടുത്താലും അതിൻ്റെ ഔട്ടർ ഭാഗത്ത് നമ്മൾ കോർട്ടെക്സ് എന്നാ വിളിക്കുക അല്ലേ? റീനൽ മെഡിലയും റീനൽ കോർട്ടെക്സും ഇല്ലേടാ? ഉണ്ട്, പഠിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ പല ഓർഗൻസ് എടുത്താലും ഔട്ടർ ഭാഗം പ്രധാന കോർട്ടെക്സ് എന്ന് വിളിക്കാം. ഇവിടെ അത് ഓർത്തിരിക്കുക, എല്ല് കടിക്കുമ്പോൾ കടിച്ചു പൊട്ടിക്കുന്ന ശക്തിയായ ഭാഗം കോർട്ടെക്സ്. അപ്പോൾ നോക്കാം, ലോങ്ങസ്റ്റ് ഭാഗം ഒരു ലോങ് ബോൺ എടുത്താൽ ഏറ്റവും നീളമുള്ള ഭാഗത്തെ നമ്മൾ ഡയാഫൈസ് എന്ന് വിളിക്കുന്നു. അതിന്റെ രണ്ടെൻഡിലും എന്തുണ്ട്? എപ്പിഫൈസ് ഉണ്ട്. എപ്പിഫൈസ് നമ്മൾ പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ട് മക്കളെ? അതിനകത്ത് സ്പോഞ്ചി ആയിട്ടുള്ള ബോൺ ടിഷ്യൂ ഉണ്ട്. നിങ്ങൾ പോയിട്ട് ഇറച്ചി കടയിൽ പോയിട്ട് കുറച്ച് എല്ലിട് മാമ എന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായിട്ടും കൊത്തിയിടുന്നത് ഈ ഭാഗത്തെ എല്ലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല ഒത്തിരി പ്രായം കുറഞ്ഞ ആനിമലെ കാണുന്നുണ്ട് ഈ ഭാഗത്ത് എല്ലാം നമുക്ക് കടിച്ചിട്ട് തിന്നാൻ പറ്റില്ലെങ്കിലും അതിനകത്ത് നല്ല എന്താ പറയുക ഈ റെഡ് ബോൺമാർ നമുക്ക് കിട്ടും കേട്ടോ. ഇയാളെന്താ ഇറച്ചിയുടെ കാര്യം പറയുന്നത്? ബിക്കോസ് ഐ എം എ ബോണി മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ബോൺ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബോൺ അമ്മാതിരി ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അവിടെ ഞാൻ ഈ എക്സാമ്പിൾ അവിടെ പറഞ്ഞത് ഇത് ചെയ്തിട്ടുള്ളവർ കൃത്യമായി അവിടെ എന്തുണ്ട്? സ്പോഞ്ചി ബോൺ ടിഷ്യൂ ആണ് അതിനകത്തുള്ളതെന്നും ഇത് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് എന്ത് നടക്കുക? ഹെമാറ്റോപോയിസ് നടക്കുക. ഇനി നടുക്ക് യെല്ലോ ബോൺമാരോ ഫാറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? യെല്ലോ ബോൺമാരോ. അതെവിടെയാണ് ഇരിക്കുക? നമ്മുടെ ഡയാഫൈസിൽ ഇരിക്കുക. ഇനി പഠിച്ച കാര്യം എന്താണ് മക്കളെ? ഗ്രോത്ത് പ്ലേറ്റ് അല്ലെങ്കിൽ എപ്പിഫൈസിൽ പ്ലേറ്റ് എന്ന് കാണപ്പെടുന്ന ഭാഗം അല്ലെങ്കിൽ പറയപ്പെടുന്ന ഭാഗം എവിടെയാണ് നിൽക്കുന്നത്? എപ്പിഫൈസിനും ഡയാഫൈസിനും ഇടയിലുള്ള മെറ്റാഫൈസിനകത്താണ് എന്തിരിക്കുക? ഈ പറഞ്ഞ ഗ്രോത്ത് പ്ലേറ്റ് ഇരിക്കുക. അവിടെയാണ് കൂടുതലും ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ, വളർച്ചയുടെ പ്രവർത്തനങ്ങൾ നടക്കുക. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സ്കെൽട്ടൺ എന്താണെന്നൊരു ചെറിയൊരു ഓവർവ്യൂ നോക്കാം. സ്കെൽട്ടൺ ഈസ് ദ ബോണി ഫ്രെയിം വർക്ക് അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ബോൺസ് ഉപയോഗിച്ചുള്ള ഫ്രെയിം വർക്കിനെയാണ് എന്ന് വിളിക്കുക, സ്കെൽട്ടൺ എന്ന് വിളിക്കുക. ബോണി ഫ്രെയിം വർക്ക് ഓഫ് ദ ബോഡി പ്രൊവൈഡിങ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ സം ഓഫ് ദി സോഫ്റ്റ് ഓർഗൻസ്. എല്ലാ സോഫ്റ്റ് ഓർഗനും നമുക്ക് ഇതിനും സപ്പോർട്ട് കിട്ടുന്നില്ല. കാര്യം എന്താ? ഈ ഭാഗത്താണ് നമ്മുടെ ലിവർ കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നത്. അത് സോഫ്റ്റ് ഓർഗൻ ആണ് അല്ലേ? അതിന് അത്ര വലിയ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. പക്ഷേ സം ഓഫ് ദി സോഫ്റ്റ് ഓർഗൻസ് ഇന്റേണൽ ആയിട്ടുള്ള നിർബന്ധമായിട്ടും പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ബ്രെയിൻ, അതുപോലെ നമ്മുടെ ലങ്സ്, ഹാർട്ട് പോലെയുള്ള ഭാഗങ്ങൾക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സംഗതി അല്ലേ? അതുപോലെ പെർട്ടിക്കുലർലി ഇൻ ദ സ്കൾ ആൻഡ് പെൽവിസ് ആക്ടിങ് ആസ് ലെയേഴ്സ് ഇൻ മൂവ്മെന്റ് ആൻഡ് പ്രൊവൈഡിങ് സർഫസ് ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് ദ സ്കെൽട്ടൽ മസിൽസ്. കണ്ടോ? അപ്പൊ എന്താണ് പ്രധാനമായിട്ടും ആ സപ്പോർട്ട് എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് മക്കളെ? എവിടേക്കാണ്? സ്കള്ള്, അതുപോലെ പെൽവിക് ക്യാവിറ്റിക്കകത്തും സപ്പോർട്ട് ഉണ്ട് കേട്ടോ. പെൽവിക് ക്യാവിറ്റി, ഇതൊരു ക്യാവിറ്റി കണ്ടില്ലേ? ഇതിനകത്ത് ഒരു കൊച്ചു ക്യാവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ലേഡീസിനെയൊക്കെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി വരുമ്പോഴത്തേക്കും ബേസിക്കലി പെൽവിക് ക്യാവിറ്റിക്കകത്താണ് പ്രഗ്നൻസി രൂപപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാം പെൽവിക് ഓർഗൻസ് ആണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ ആ ഭാഗത്തിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡിങ് സർഫസ് ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് സ്കെൽട്ടൽ മസിൽസ് അല്ലേ? ഈ പറഞ്ഞ സ്കെൽട്ടൽ മസിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി? എന്താണ്? ഇൻവോളണ്ടറി അല്ല, വോളണ്ടറി മസിൽസ്. എന്നെ ഇങ്ങനെ നടക്കാനും സംസാരിക്കാനും ഒക്കെ സഹായിക്കുന്ന മസിൽസ് ഏതാ? സ്കെൽട്ടൽ മസിൽസ് ആണല്ലേ? അപ്പൊ അതിന്റെ അറ്റാച്ച്മെന്റിന് ആവശ്യമായിട്ടുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് പ്രധാനം അല്ലേ? അപ്പോൾ നമുക്ക് ഇൻ സെർട്ടൈൻ പാർട്സ് ദ ഫ്രെയിം വർക്ക് സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജസ് അല്ലേ? കാർട്ടിലേജസിന്റെ സപ്പോർട്ടും ചില സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സ്കെൽട്ടനെ കുറിച്ചുള്ള ഓവർവ്യൂ കഴിഞ്ഞു. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണ്. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സ്കെൽട്ടൽ സിസ്റ്റത്തിനെ ആക്സിയൽ എന്നും അപ്പൻഡിക്കുലാർ എന്നും ഒന്ന് തിരിച്ചിട്ട് നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആക്സിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈ ആക്സിസിൽ വരിക? നിങ്ങൾ നോക്ക്, സ്കള്ള് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് സെർവൈക്കൽ വെർട്ടിബ്രേ വരുന്നുണ്ട്, ഞാൻ ബാക്കിലുള്ള സാധനം വരയ്ക്കുന്നു കേട്ടോ, തൊറാസിക് വെർട്ടിബ്രേ വരുന്നുണ്ട് അല്ലേ? അത് ഇതുവരെ ഉണ്ട്. അത് കഴിഞ്ഞ് ലംബാർ വെർട്ടിബ്രേ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് സാക്രൽ വെർട്ടിബ്രേ വരുന്നുണ്ട് അല്ലേ? സാക്രത്തിനുള്ളിൽ കോക്സിയലും വരിക. ഇത്രയും ഭാഗങ്ങളാണ് അതിനകത്ത് വരിക. അതിന്റെ കൂട്ടത്തിൽ എന്തുകൂടെ വരുവാ? ഈ പറഞ്ഞ നമ്മുടെ റിബ്സും കൂടെ അതിനകത്ത് തന്നെ വരും കേട്ടോ. റിബ്സും അതിനകത്ത് വരും. പിന്നെ എന്ത് വരും? ഇവിടെയുള്ള ഒരു കുഞ്ഞ് ഹയോയിഡ് ബോണും വരും. ഇത്രയും കാര്യം എവിടെ വരിക? നമ്മുടെ ആക്സിയൽ സ്കെൽട്ടൽ സിസ്റ്റത്തിലെ വരിക. ആക്സിസ്, ആ ആക്സിസിലാണ് നമുക്ക് തിരിയാൻ ഇഷ്ടം. കണ്ടോ എന്തൊക്കെയുണ്ട് വരുന്നത്? റിബ്സ് ആൻഡ് സ്റ്റേണം. എത്ര വരുന്നുണ്ട്? റിബ്സ് ആൻഡ് സ്റ്റേണം എത്രടാ? 24 + 1 അല്ലെ? 24 റിബ്സും ഒരു സ്റ്റേണവും. സ്റ്റേണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നെഞ്ചാങ്കൂടിന്റെ ഫ്രണ്ടില് ട്രൂ റിബ്സ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് സ്റ്റേണോ എന്ന് പറയുന്നത് അല്ലേ?
ഇതാണ് റിബ്സ് ഇങ്ങനെ വന്ന് ഇവിടെ ചേർന്നുകൊണ്ടിരിക്കും. ദാ ഈ കാണുന്നതാണ് എന്ത്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റേണം അല്ലേ. സ്റ്റേണം മറന്നില്ലല്ലോ. ഹൃദയ ശസ്ത്രക്രിയയിൽ എന്താ ചെയ്യുന്നത്? ഹൃദയ ശസ്ത്രക്രിയയിൽ സ്റ്റേണോട്ടമിയാ ചെയ്യുന്നത് അല്ലേ. ഈ സ്റ്റേണത്തിന്റെ ഭാഗമാണ് പൊട്ടിച്ചിട്ട് അവര് ഹൃദയം പുറത്തെടുത്ത് ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ വരുന്നത്? വെർട്ടിബ്ര കോളം. വെർട്ടിബ്ര കോളം അല്ലേ. വെർട്ടിബ്ര 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 കോളം. മൊത്തം 26 എണ്ണം ഉണ്ട് വെർട്ടിബ്ര കോളത്തിൽ കേട്ടോ. 26 എണ്ണം ഉണ്ട്. ഒരു അറ്റ്ലസിലും ആക്സിസിലും തുടങ്ങി അവസാനം കോക്സീജിയൽ വെർട്ടിബ്രയിൽ വന്ന് അവസാനിക്കുന്ന വെർട്ടിബ്രൽ കോളത്തിൽ മൊത്തം എത്ര? 26 ബോൺസ് ആണ് മക്കളെ ഉള്ളത്. അതുപോലെ സ്കള്ളിൽ മൊത്തം എത്ര? 28 ബോൺസ് ഉണ്ട്. അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ ഒരു ഹയോയിഡ് ബോണും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോൾ എന്തായി? നമ്മുടെ ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റമായി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് കാര്യങ്ങളൊക്കെ പഠിച്ചു വരാം. നമുക്ക് അതുപോലെ സർവൈക്കൽ എത്രയുണ്ട്, തൊറാസിക് എത്രയുണ്ട്, ലംബാർ എത്രയുണ്ട്, അതുപോലെ സാക്രൽ എത്ര ഉണ്ട്, ഇതെല്ലാം നമുക്ക് പഠിക്കാം. അത് പഠിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ നമ്പർ വെറും ഒരു ചുമ്മാ ഇത് നിങ്ങളിപ്പോൾ പഠിക്കണ്ട, മനസ്സിലായോ? ഇത് നിങ്ങൾ പഠിക്കേ വേണ്ട, വിട്ടേക്ക്. ഈ നമ്പർ ഒന്നും പഠിക്കണ്ട, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എത്ര? റിബ്സ് ഉണ്ട്, സ്റ്റേണം ഉണ്ട്, റിബ്സ് ഉണ്ട്, സ്റ്റേണം ഉണ്ട്, അതുപോലെ വെർട്ടിബ്രൽ കോളം ഉണ്ട്, സ്കള്ളുണ്ട്, ഹയോയിഡ് ബോൺ ഉണ്ട്. പഠിച്ച് വെക്കാൻ പറ്റുന്നവർ പഠിച്ചു വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പോൾ കാര്യം എന്താ? അടുത്തത് പഠിക്കുമ്പോഴത്തേക്ക് ഇത് പഠിക്കാൻ വേണ്ടി സമയങ്ങളുടെ ആവശ്യമില്ല. കാര്യം ഇത് ഓട്ടോമാറ്റിക് പഠിച്ചു പോകും നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരിക, ആക്സിയൽ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ വരിക. ഇനി വരുന്നത് അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൽ സിസ്റ്റം. അപ്പെൻഡിക്കുലാർ ഞാൻ നേരത്തെ പറഞ്ഞു, ആക്സിസ് വെച്ചിട്ട് ആക്സിയൽ സ്കെൽറ്റൽ സിസ്റ്റം മറന്നുപോകല്ല. അതുപോലെ അപ്പെൻഡിക്കുലാർ 2 കൈയും 2 കാലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്കെൽറ്റൽ സിസ്റ്റം അപ്പെൻഡിക്കുലാർ. ഇവിടെ അല്ല തുടങ്ങുന്നത്. അതുപോലെ ഇവിടെ ഇടുപ്പിന്ന് ഈ കാല് ഇവിടെ വെച്ചില്ല തുടങ്ങുന്നത്. അതിനു മുന്നേ ഭാഗമുണ്ട് അല്ലേ. ഗിർഡിൽസ് ഉണ്ട്, ഗിർഡിൽസ് ഉണ്ട്, പെൽവിക് ഗിർഡിലും ഉണ്ട്, അതുപോലെ എന്തുണ്ട്, പെക്ടറൽ ഗിർഡിലും ഉണ്ട് അല്ലേ. അങ്ങനെ 2 ഗിർഡിൽസ് ഉണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പർ ലിംബ്. അപ്പർ ലിംബ് ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോകാം. ഇതിനകത്ത് കൂടുതൽ നമ്പർ ഒന്നും പഠിക്കാനില്ല, പഠിച്ചു പോകാം. നമ്പർ പഠിക്കാനുണ്ട്. അതായത് ഇത് ഞാൻ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എടുക്കാൻ പോകുന്നത് അപ്പർ ലിംബ് ആൻഡ് ലോവർ ലിംബ് കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഇതൊരു കമ്പാരിറ്റീവ് അനാട്ടമിക്കൽ സ്റ്റഡിയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ 2 അപ്പൻഡേജസും ഏത് ലോവർ ലിംബാവട്ടെ അപ്പർ ലിംബാവട്ടെ തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാ? ഒരു ഫ്ലാറ്റ് ബോൺ വെച്ചിട്ടാ, ഒരു ഫ്ലാറ്റ് ബോൺ വെച്ചിട്ടാണ്. അപ്പോൾ ചോദിക്കുക എന്താ ഫ്ലാറ്റ് ബോൺ? ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പഠിക്കാൻ വേണ്ടി നമുക്ക് പറയാം. ഫ്ലാറ്റ് ബോൺ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ബോൺ, അത്രയും മനസ്സിലാക്കുക. കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ട. ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന പരന്നിരിക്കുന്ന ബോൺ, ഫ്ലാറ്റ് ബോൺ. ഉദാഹരണം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനെ ഈ കൈ പിടിച്ചിട്ട് ദേ ഇവിടെ ബാക്കിലുള്ള സ്കാപ്പിലെ ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. ഒരു പലക, തോൾ പലകയിൽ നമ്മൾ പറയുന്ന ഈ സാധനം നമുക്ക് പിടിച്ചു നോക്കാൻ പറ്റും. അതൊരു ഫ്ലാറ്റ് ബോൺ ആണ്. അതുപോലെ പിന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ നമ്മുടെ ഇടുപ്പിലുള്ള ഈ ഭാഗമില്ലടാ, അവിടെ ഒരു ഇലിയം ഉണ്ട്, ഇലിയം. അത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം. നല്ല വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ കിട്ടത്തില്ല, വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പിടിച്ചു നോക്കാൻ പറ്റും. ദാറ്റ് ഈസ് ആൾസോ എ ഫ്ലാറ്റ് ബോൺ. ഓക്കെ, ഈ 2 ഫ്ലാറ്റ് ബോൺ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കുക. അപ്പോൾ 2 കയ്യോ ആവട്ടെ കാലാവട്ടെ രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എന്താണ്? ഫ്ലാറ്റ് ബോൺ ആണെന്ന് മനസ്സിലാക്കാം. അവിടെ നിന്നാണ് തുടങ്ങുക. അപ്പോൾ ഈ ഫ്ലാറ്റ് ബോൺ അടങ്ങുന്ന ഭാഗത്ത് നമ്മൾ ഗിർഡിൽസ് എന്ന് വിളിക്കും. ഗിർഡിൽസ്. ഓക്കെ, എന്താണ്? ഗിർഡിൽസ്. അപ്പോൾ കൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ പെക്ടറൽ ഗിർഡിൽ എന്നാണ് വിളിക്കുക, പെക്ടറൽ ഗിർഡിൽ. അപ്പോൾ ഈ പെക്ടറൽ ഗിർഡിൽ എന്തൊക്കെയാണ് മക്കളെ? എന്തൊക്കെയുണ്ട്? നിങ്ങൾ വിഷ് ബോൺ എന്ന് വിളിക്കുന്ന ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ പിടിച്ചു നോക്കുക മക്കളെ. നമ്മുടെ ഈ പറഞ്ഞ ഭാഗവും നമ്മുടെ ഇവിടെ ഈ ബാക്കിൽ നമ്മുടെ സ്കാപ്പുലയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ക്ലാവിക്കിൾ എന്ന് പറയുന്ന ബോൺ ഇരിപ്പുണ്ട്. വലിയ നല്ല ശക്തിയുള്ളൊരു ബോണാണ് ക്ലാവിക്കിൾ കേട്ടോ. ക്ലാവിക്കിൾ ബോൺ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ പിടിച്ചു നോക്കിയേ. നല്ല എല്ലും കൂടിയായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോണിങ്ങിലൂടെ കാണാൻ പറ്റും. ക്ലാവിക്കിൾ ഇങ്ങനെ പിടിച്ചാലും കാണാൻ പറ്റും. കണ്ടോ? യെസ്, ക്ലാവിക്കിൾ എന്ന ബോൺ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ക്ലാവിക്കിള് 2 എണ്ണം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലേ. അപ്പോൾ അതെന്തിൻ്റെ ഭാഗമാണ്? പെക്ടറൽ ഗിർഡിലിൻ്റെ, കൈയുടെ ഭാഗമായിട്ടുള്ള പെക്ടറൽ ഗിർഡിലിൻ്റെ ഭാഗമാണ് 2 ക്ലാവിക്കിൾ. പിടിച്ചു നോക്കിയിട്ടേ എണ്ണം എഴുതാവ്. നമുക്ക് 2 ക്ലാവിക്കിൾ എന്ന് എഴുതി വെക്കുക അവിടെ.
പിന്നെ 2 സ്കാപ്പുലയുണ്ട്, 2 ഫ്ലാറ്റ് ബോൺ ആയിട്ടുള്ള 2 സ്കാപ്പുലയുണ്ട്. 2 സ്കാപ്പുല കണ്ടോ, ദേ ഇങ്ങനെ പിടിച്ചു നോക്കുക, ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലേ, യെസ്. അങ്ങനെ 2 സ്കാപ്പുല പിടിച്ചു നോക്കിയിട്ട് എഴുതാവ്, അല്ലെങ്കിൽ മറന്നു പോകും നമ്മള്. 2 എണ്ണം. പെക്ടറൽ ഗിൽഡിൽ മൊത്തം എത്ര? 4 ബോൺസ്, 2 ക്ലാവിക്കിൾ, 2 സ്കാപ്പുല. ഇനി മറക്കുവോ? മറക്കൂല, എനിക്കറിയാം. പിടിച്ചു നോക്കിയിട്ട് നോട്ട് എഴുതിയോ മറക്കൂല. ഓക്കെ. അപ്പൊ ഇതിന് സമാനമായിട്ട് താഴത്തെ കാലിലും വേണ്ടേ എന്ത്? ഫ്ലാറ്റ് ബോൺ. ക്ലാവിക്കിളിന് സമാനമായിട്ടുള്ള ബോൺ ഉണ്ടാ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അതോടെ നിൽക്കട്ടെ. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മുടെ പെൽവിക് ഗിഡില് 2 ഇന്നോമിനേറ്റ് ബോൺസ് വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോ അതിനകത്ത് ഇതൊരു സിംഗിൾ കണ്ടാൽ നമുക്കൊരു സിംഗിൾ ബോൺ പോലെ തോന്നുള്ളൂ. പെൽവിക് ഗിഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇടുപ്പിന്റെ കൂട് കണ്ടില്ലേ, ഈ ഇടുപ്പിന്റെ കൂട് കഴിഞ്ഞാൽ ഒരു ഒറ്റ ബോണായിട്ട്. എടാ, ഈ ബാക്കിൽ കാണപ്പെടുന്ന ഈ പറഞ്ഞ നമ്മുടെ സാക്രത്തിനെ കുറിച്ചല്ല, സാക്രൽ വെർട്ടബ്രയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിനെ കവർ ചെയ്തിരിക്കുന്ന ഇവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന ആ ബോൺ കണ്ടാൽ നമുക്കൊരു ഒറ്റ ബോണായിട്ട് തോന്നുള്ളൂ. കാരണം എന്താ? പ്രധാനമായിട്ടും ഓരോ സൈഡിലും 3 വീതം ബോൺസ് ഫ്യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ബോൺ ഉണ്ടായിരിക്കുന്നത്. ഫൈൻ, അത് മനസ്സിൽ വെച്ചാൽ മതി. അത് മനസ്സിൽ വെച്ചാൽ മതി. ഒരു കുഞ്ഞ് കൺസീവ് ചെയ്ത് ജനിക്കുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിൽ എത്ര ബോൺസ് ഉണ്ടോ അത്രയും ബോൺസ് അല്ല, അത് അഡൽട്ട് ആകുമ്പോഴാണ് നമുക്ക് 206 ബോണായിട്ട് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുന്നത്. കേട്ടോ, മറന്നു പോകരുതേ. നമ്മൾ 206 ബോൺസ് എന്ന് പറയുന്നത് നമ്മൾ അഡൽട്ട് ആയതിനു ശേഷം മാത്രമാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇന്നോമിനേറ്റ് ബോൺസ് 2 എണ്ണം എന്ന് പറഞ്ഞു. ഇതെങ്ങനെ 2 എന്ന് പറയാ? നോക്കാം, ഇതിന്റെ പേരുകൾ ഞാൻ ഇപ്പോഴൊന്ന് പറഞ്ഞുതരാം. ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. നിങ്ങൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മുടെ പെൽവിസിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഈ 3 ബോൺസിനെ കുറിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി പോവുക. ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. ഓക്കെ, ഇലിയം അത് ഓരോന്നും വരച്ചു തരാൻ അതിൻ്റെ ആവശ്യമൊക്കെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വേറൊരു ചിത്രം വയ്ക്കാത്തത്. ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ് എന്ന് പറയപ്പെടുന്ന 3 ബോൺസ് ചേർന്നാൽ എന്തുണ്ടായിരിക്കുക? ഈ പറഞ്ഞ ഒരു സൈഡിന്റെ ഇന്നോമിനേറ്റ് ബോൺ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഈ 3 ബോൺസിനെ കൂടി ചേർത്ത് ഒരു ഇന്നോമിനേറ്റ് ബോണായിട്ടും അപ്പുറത്തെ സൈഡിലുള്ള ഈ മൂന്ന് ബോൺസിന്റെയും ഫ്യൂസ് ചെയ്യപ്പെട്ട 3 ബോൺസിനെയും കൂടി ചേർത്ത് രണ്ടാമത്തെ ഇന്നോമിനേറ്റ് ബോണായിട്ടും കൺസിഡർ ചെയ്തിരിക്കുന്നു. അങ്ങനെ പെൽവിക് ഗിഡില് നോക്ക്, ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അങ്ങനെ കൂട്ടിക്കൊണ്ട് 2 എന്ന് നമ്മൾ എഴുതുന്നു. ഇനി നിങ്ങളിത് മറന്നു പോകരുത്. 2 എന്നാ ഇവിടെ എഴുതുന്നത് അല്ലേ? തെറ്റിയില്ലല്ലോ. 2 എന്നാ നമ്മളിവിടെ എഴുതിയത്, മറന്നു പോയില്ലല്ലോ. പെൽവിക് ഗിഡിൽ 2 ബോൺസ്, അതുപോലെ പെക്ടറൽ ഗിഡിൽ 4 ബോൺസ്. കാരണം 2 ക്ലാവിക്കിള്, 2 സ്കാപ്പുല, മറക്കില്ല. ഇനിയാണ് ലിംബ് ബോൺസ് വരിക. ലിംബ് ബോൺസ് എപ്പോഴും പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് തിരിഞ്ഞു പോകുന്ന കാര്യമാണ് ഹ്യൂമറസും ഫീമറും. കാര്യം എന്താ? 2ഉം സിംഗിൾ ബോൺസ് ആണെന്നറിയാം, അത്യാവശ്യം വലുപ്പമുള്ള ബോൺസ് ആണെന്നറിയാം. ഇത് കയ്യിലാണോ കാലിലാണോ, ഇതാണ് തിരിഞ്ഞു പോവുക. അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ടെക്നിക്ക് പ്രയോഗിച്ചു. എന്ത്? ചെറുത് എന്ന് പറയുമ്പോഴത്തേക്കും തമാശ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറയും. ചെറുത് ഇത് ഹ്യൂമറസ്, ഫീമർ വലുത്. ഹ്യൂമറസ് എന്ന് പറയുമ്പോൾ തമാശക്കാരല്ലേ നമ്മൾ ഹ്യൂമറസ് ആയിട്ടുള്ള പേഴ്സൺസ് വിളിക്കുക. അപ്പോൾ അവർ ചെറിയ ആൾക്കാരായിരിക്കും. അപ്പോൾ ചെറിയ ബോൺ എന്ത്? ഹ്യൂമറസ്. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇനി മാറിപ്പോകത്തില്ല. ഹ്യൂമറസും ഫീമറും ഞാനിത് നിങ്ങൾ ഇത് മൊത്തം പഠിച്ചിരിക്കുന്ന കിടിതങ്ങളത്തല്ല സംസാരിക്കുന്നത്. ഇത് എങ്ങനെ പഠിക്കുമെന്ന് പേടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ മറന്നു പോകുമെന്ന് ആശങ്കയുള്ള സാധാരണക്കാരായ കുട്ടികളടുത്ത് സംസാരിക്കുന്നത്. ഇയാൾക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്താ? ഹ്യൂമറസ് എന്ന് പറയുമ്പോൾ നമ്മൾ തമാശ ചിന്തിക്കും, ചെറുതും ചിന്തിക്കും. ഇതാണ് ഹ്യൂമറസ്, മറന്നു പോകില്ല. പിന്നെ ഫീമർ എന്ന് പറയുമ്പോൾ അതിന് സമാനമായിട്ട് നമ്മുടെ തുടയല്ലേ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാൽസിഫിക്കേഷൻ ഉള്ള ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ ബോൺ, ഏറ്റവും സ്ട്രോങ് ബോൺ എന്നൊക്കെ പറയുന്നത് ഏതാ മക്കളെ? തുടയല്ല. ഓക്കെ, അപ്പോൾ ഹ്യൂമറസ് 1, 2, ഫീമർ ഹ്യൂമറസ് 1, 2, ഫീമർ 1, 2. എണ്ണി നോക്കണം കേട്ടാ, എണ്ണി നോക്കിയിട്ടേ എഴുതാവൂ നിങ്ങൾ. എണ്ണി നോക്കാതെ എഴുതിയാൽ അബദ്ധം സംഭവിക്കും. കണ്ടോ? അപ്പോൾ ഹ്യൂമറസ് എത്രയുണ്ട്, ഫീമർ എത്രയുണ്ട് എഴുതി വയ്ക്ക്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് എണ്ണി നോക്കിയിട്ടേ എഴുതാകും. അതുപോലെ പിന്നെ എന്താ? റേഡിയസ് ആൻഡ് അൾന, അതുപോലെ ടിബിയ ആൻഡ് ഫിബുല. പാറ്റേൺ അവിടെ നിൽക്കട്ടെ, ഈ പാറ്റേൺ അവിടെ നിന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ റേഡിയസ് ആൻഡ് അൾന എന്ന് എഴുതണം, ടിബിയ ആൻഡ് ഫിബുല നിങ്ങൾ എഴുതണം. ഓക്കെ,
അപ്പൊ എന്താ റേഡിയസ് ആൻഡ് അൾന, ടിബിയ ആൻഡ് ഫിബുല? ഇതും എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഭാഗമാണ്. എന്താണ് റേഡിയസ് ആൻഡ് അൾന? അത് കിട്ടും. അത് കാലിലാണോ കയ്യിലാണോ? ടിബിയ ആൻഡ് ഫിബുല അത് കിട്ടും. അത് കാലിലാണോ കയ്യിലാണോ? അതാണ് എനിക്ക് ഉണ്ടാകുന്ന പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാം. നോക്കാം. റേഡിയസ്, പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിൻ്റെ ഒരു ഭാഗങ്ങളെ പഠിക്കുമ്പോഴത്തേക്ക് അതിൽ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും നീളം കൂടിയതും നീളം കുറഞ്ഞതൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഇവിടെ അത്രയൊന്നും വരത്തില്ല. അതവിടെ നിൽക്കട്ടെ. റേഡിയസ് ആൻഡ് അൾന എന്തായാലും ഇതിനകത്തുള്ള സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഇങ്ങനെ രണ്ട് ബോൺസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് കൈ ഇങ്ങനെ തിരിക്കാനും കാര്യത്തിന് പറ്റുന്നത്. കണ്ടോ, ഇവിടെയാണ് റേഡിയസ് ആൻഡ് അൾന കാണപ്പെടുന്നത്. ഇതിൽ ലെങ്ത് കൂടിയ ഭാഗവും കനം കുറഞ്ഞ ഭാഗം നമ്മൾ അൾന എന്ന് വിളിക്കുന്നു. കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഭാഗം നമ്മൾ റേഡിയസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇനി കാലെടുത്ത് കഴിഞ്ഞാൽ കാലിലും കൊണ്ട് എന്ത്, കട്ടി കൂടിയതും നീളം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ബോണും താരതമ്യേന കേട്ടോ, കട്ടി കുറഞ്ഞതും നീളം കൂടിയതായിട്ടുള്ള ഒരു ബോണും. അപ്പോൾ ടിബിയ ഫിബുല ഏതായിരിക്കും? ഫിബുലയായിരിക്കും. അതാ പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്വരത്തിലൊരു ഒരു ദൈന്യത ഇല്ലേ? ഫിബുല, ടിബിയ അല്ല, ഫിബുല. മറ്റേ റേഡിയസ് ആൻഡ് അൾന, ആ സ്വരത്തിലൊരു എന്താ പറയുക, വ്യത്യാസമില്ലേ മക്കളെ? റേഡിയസ് ആൻഡ് അൾന. റേഡിയസ് നല്ല കട്ടിയുള്ളത്, അൾന കട്ടിയില്ലാത്തത്. അൾന കട്ടിയില്ലല്ലോ. അതുപോലെ ടിബിയ ആൻഡ് ഫിബുല. ഫിബുലയ്ക്ക് എന്തില്ല? കാരണം കട്ടിയില്ല, നീളം കൂടുതലുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇനി അത് മറക്കൂലല്ലോ, മറക്കൂല. ഇനി റേഡിയസ് ആൻഡ് അൾന കയ്യിലാണോ കാലിലാണോ? അത് കയ്യിലാണ്. അതെങ്ങനെ ഓർക്കാം? റേഡിയസ് ആൻഡ് അൾന, ടിബിയ ആൻഡ് ഫിബുല. നോക്ക്, ABCD പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ PQRSTU, R കഴിഞ്ഞിട്ടേ T വരുന്നുള്ളൂ, റൈറ്റ് അല്ലേ? റേഡിയസ് കഴിഞ്ഞിട്ടേ ടിബിയ വരുന്നുള്ളൂ. അപ്പോൾ വലിയ അക്ഷരം, കൂടുതൽ എണ്ണമുള്ള അക്ഷരം, വലുത് കമ്പാരിറ്റീവ്ലി വലുത് ടിബിയാണ് മക്കളെ. വല്ല കിട്ടിയ ഇയാൾ എന്തൊക്കെയോ പറയുന്നത് വിചാരിക്കും കുറെ പേര്. എടാ എന്താ പറയുന്നതാ? റേഡിയസ് കയ്യിലുള്ളത്. ഇവിടെ നമ്മൾ മുകളിൽ തമാശയായിട്ട് നമ്മൾ ഹ്യൂമറസ് എന്ന് എഴുതിയല്ലേ? അപ്പോൾ ചെറുത് ഇത്, വലുത് അതിന് സമാനമായിട്ടുള്ള ഫീമർ അല്ലേ? അത് വലുത്. ഓക്കെ, ഫൈൻ. അതുപോലെ റേഡിയസിന് സമാനമായിട്ടുള്ള കാലിലെ അസ്ഥി ഏതാ മക്കളെ? ടിബിയ അല്ലേ? അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനെ ചെറുതാക്കുന്നത് എങ്ങനെയാണ്? എത്രാമത്തെ അക്ഷരം? 6 കഴിഞ്ഞ് 3 കൂടി കുറച്ചും കൂടെ വലിയ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ PQRST, 6 കഴിഞ്ഞ T വരുന്നുള്ളൂ. യെസ്. അപ്പോൾ ഇതെന്ത് കുറച്ചും കൂടെ വലുതെന്ന് മനസ്സിലാക്കി, കാലെന്ന് മനസ്സിലാക്കി. യെസ്. ഇനി റേഡിയസ് ടിബി മാറത്തി പോകത്തില്ല. അപ്പോൾ ഇനി റേഡിയസ് ആൻഡ് അൾന എന്നാണ് പഠിക്കുന്നത്. അതുപോലെ ടിബി ആൻഡ് ഫിബുല എന്നല്ല പഠിക്കുന്നത്. ഇനി മാറിപ്പോകത്തില്ലല്ലോ. കയ്യും കാലും മാറിപ്പോകരുത്. കയ്യും കാലും മാറരുത്. ഓക്കെ, ഇനി എണ്ണ എടുത്തോ നിങ്ങള്. എത്ര റേഡിയസ്? 2 റേഡിയസ്. ഇടത്ത് കൈയും വലത് കൈയും നോക്കാം. ഇവിടെ റേഡിയസ് എഴുതണം 2. അതുപോലെ അൾന എത്ര? ഇടതും വലതും ഓരോന്ന് 2 എഴുതണം, അൾന. ഓക്കെ, ടിബി എത്ര? 2, ഇടത് കാലിലും വലത് കാലിലും. ഫിബുല എത്ര? ഇടത് കാലിലും വലത് കാലിലും 2 എഴുതുക. നിങ്ങള് എഴുതി കഴിഞ്ഞാ മക്കളെ? ഇനി നമുക്ക് ഇവിടെ ഒരു പറ്റല്ല കൂടി പഠിച്ചു പോകാം. ഈ ബി എന്ന് ഇവിടെ എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതണം. നമ്മുടെ ഒരു ഉണ്ടയിട്ട് നിങ്ങൾ പറ്റില്ല എന്ന് എഴുതിക്കോ. എന്താ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുട്ട എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുട്ടിൽ അവിടെ നമ്മളിങ്ങനെ മടക്കിയിട്ട് പിടിച്ചാൽ ആ പറഞ്ഞ പറ്റല്ല, അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ ചിരട്ട എന്ന് പറയുന്ന ഭാഗത്തിന് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഇങ്ങനെ താഴോട്ട് മടക്കിയിട്ട് നമ്മളിങ്ങനെ അനക്കി നോക്ക്, അല്ലെങ്കിൽ അവിടെ പിടിച്ച് എല്ലിങ്ങനെ പിടിച്ച് തിരിച്ചു നോക്ക്. ദർ ഈസ് നോ ആർട്ടിക്കുലേഷൻ. ഈ പറഞ്ഞ പറ്റല്ല എന്ന് പറയുന്ന ഈ ബോണിന് ആർട്ടിക്കുലേഷൻ ഇല്ല. അത് മറ്റൊരു ബോണുമായിട്ടും ജോയിന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു ബോണാണ്. അങ്ങനെയുള്ള ബോൺസ് നമുക്ക് ആവശ്യമുണ്ടോ മക്കളെ? ആവശ്യമുണ്ട് കേട്ടോ. അതിന് നമ്മൾ സെസമോയിഡ് ബോൺസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കൂടുതൽ പ്രഷർ വരുന്ന പല ഭാഗങ്ങളിലും, അതായത് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്ന ഒരു ജോയിന്റ് ഈ മുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്താലും എവിടെ വീണാൽ മുട്ടിടിച്ചാൽ വീഴാം അല്ലേ? മുട്ടിടിച്ചാൽ വീഴാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, അങ്ങനെ ഒരുപാട് പ്രഷർ വരുന്ന പല ഭാഗങ്ങളിലും കണ്ടുവരുന്ന ബോൺസ് ആണ് എന്ത്? സെസൈമോയിഡ് ബോൺസ്. സെസമി സീഡ്സിന്റെ, അതൊക്കെ പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സെസമി സീഡ്സിന്റെ ആകൃതി ഇരിക്കുന്ന ബോണാണത്. അങ്ങനെയുള്ള സെസമോയിഡ് ബോൺസിന്റെ പ്രത്യേകത, അത് മറ്റൊരു ബോണുമായിട്ടും ആർട്ടിക്കുലേഷനോ ജോയിന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല. മിക്കവാറും അതൊരു മസിലിൽ എംബഡ് ചെയ്യപ്പെട്ട ഒരു ബോണായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു പറ്റല്ല നമ്മുടെ കാലിലുണ്ട്. അങ്ങനെ ഇടതും വലതും 2 പറ്റല്ല, മുട്ടിന്റെ ചിരട്ട. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ?
ഓക്കെ അല്ലേ? ഏതുവരെ പഠിച്ചു? ഹ്യൂമറസ് പഠിച്ചു അല്ലേ? ഫീമർ പഠിച്ചു, റേഡിയസും അൾണയും പഠിച്ചു, സോറി റേഡിയസ് ആൻഡ് എന്ത് പഠിച്ചു? ടിബിയ പഠിച്ചു, അൾണ ആൻഡ് ഫ്യൂല പഠിച്ചു. പിന്നെ ഫീമർ ക്ഷമിക്കണം, എന്താണ്? പാറ്റല്ല. ഇടത് കാലിലും വലത് കാലിലും ഓരോ പാറ്റല്ല ഉണ്ട്. എഴുതിക്കോ, രണ്ടെന്ന് എഴുതിക്കോ. ഇനിയാണ് കഥ കിടക്കുന്നേ നോക്കാം. കാർപ്പൽസും ടാർസൽസും എണ്ണം പഠിച്ചാലും ഇത് കയ്യോ കാലോ ഒന്ന് തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയേറെ ആയതിനാൽ ഇവിടെയും ഞാൻ പറയുന്നു സി ആണ് കാർപ്പൽസ് ആദ്യം വരിക അല്ലേ? സി കഴിഞ്ഞിട്ടല്ലേ ടാർസൽസ് ടി വരുന്നുള്ളൂ. കാർപ്പൽസ് കയ്യില്, ടാർസൽസ് കാലില്, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ കാർപ്പൽസ് കയ്യില്, ടാർസൽസ് കാലില്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലല്ലേ? ഓക്കെ അല്ല. അപ്പൊ ഞാൻ നേരത്തെ ടെൻഡൻസ് അല്ല, നമ്മുടെ ലിഗമെന്റ്സ് പഠിപ്പിച്ച സമയത്ത് എന്ത് കാണിച്ചു തന്നു? റിസ്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? റിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മണിബന്ധം എന്ന് മലയാളത്തിൽ പറയുന്ന ഭാഗമാണ് റിസ്റ്റ്. നമുക്ക് ഇങ്ങനെയൊക്കെ കറക്കാൻ പറ്റുന്നുണ്ട്. വേറെ ഏതെങ്കിലും ബോണിന്റെ ഭാഗം ഇങ്ങനെ കറക്കാൻ പറ്റുമോ? കാല് നമുക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും, അതുപോലെ കൈയും കറക്കാൻ പറ്റും. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇതുപോലെ റിസ്റ്റി ഷോട്ടൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ മണിബന്ധം ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ട് എനിക്കുണ്ട് ഇവിടെ എല്ലൊന്നും കാണൂല, പിന്നെ ഇത് ഇങ്ങനെ കറങ്ങോ, ഇങ്ങോട്ടും തിരിയും. കണ്ടാണല്ലോ നിങ്ങൾ തിരിച്ചു നോക്ക്, അങ്ങോട്ട് കൊണ്ട് തിരിയല്ലേ. അപ്പോഴത്തേക്ക് അവിടെ ഒരു ജോയിന്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കൂല. മനസ്സിലായ? അവിടെ ഒരു ബോണൊന്നും അല്ല, അങ്ങനെ അടുക്കി വെച്ചേക്കുക. എത്ര എണ്ണം ഉണ്ട് മക്കളെ? കാർപ്പൽസ് ഒരു കയ്യിൽ 8 എണ്ണം ഉണ്ട് കേട്ടോ. 8 കാർപ്പൽസ് ഉണ്ട് ഒരു കയ്യിൽ. 2 കയ്യിന് കൂട്ടും 16 എണ്ണം. ഇവിടെ 8, ഇത് പഠിച്ചേ പറ്റോളെ. ഇവിടെ 8, അങ്ങനെ എന്താ? 16 എണ്ണം ഉണ്ട്. ഇനി അതിന് സമാനമായിട്ട് ടാർസൽസ് എത്ര എണ്ണം ഉണ്ട് മക്കളെ? 14 എണ്ണം ഉണ്ട് അല്ലേ? 14 ഉണ്ട്. 2 എണ്ണം കുറവ് അല്ലേ? 2 എണ്ണം കുറവ്. 2 എണ്ണം കുറവ്. ഇതെങ്ങനെ ശരിയാവും? നോക്ക, ഇവിടെ 2 പാറ്റല്ല, 2 സെസമോയിഡ് എക്സ്ട്രാ വന്നില്ലേടാ? ഇവിടെ അതിന് സമാനമായ സെസമോയിഡ് വല്ലതും നമ്മൾ പഠിച്ചോ? ഇല്ലല്ലേ? പഠിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഈ പറഞ്ഞ 16 ബോൺസിൻ്റെതായ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് കണ്ടോ? ഇവിടെ അതുപോലെ നമ്മളെ മുട്ടിലെ ചിരട്ട പോലെ നീങ്ങുന്നില്ല, അവിടെയും ഉണ്ട് ഒരു സെസമോയിഡ് ബോൺ കേട്ടോ. ഇവിടെ ഈ എൻഡിൽ കണ്ടോ? ഇവിടെ നിങ്ങൾ പിടിച്ചു നോക്ക്. നമ്മുടെ ഓസിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ബോൺസിൽ ഒന്നാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടെ അവിടെ എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ 16, 8 8 16 കാർപ്പൽസും 7 7 14 ടാർസൽസും നമ്മുടെ കാലിലുണ്ട്. ഓക്കെയാണ്. അപ്പോൾ കാർപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണ്, കയ്യിലുള്ള സാധനമാണ്, മറന്നു പോകരുത്. ടാർസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതാണ്, കാലിലുള്ള സാധനം, അത് മറന്നു പോകരുത്. ഇനി മെറ്റാ കാർപ്പൽസ് കഴിഞ്ഞാൽ വേറെ എന്തുണ്ട് മക്കളെ? മെറ്റാ കാർപ്പൽസ് ഉണ്ടല്ലേ? മെറ്റാ കാർപ്പൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ പിടിച്ച് നോക്കുക. ഇത് കണ്ടോ? ഇതിന് സമാനമായിട്ട് കാർപ്പൽ ഇവിടെ ഇരിക്കുന്ന കണ്ടോ? 2 റോ ആയിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ നിങ്ങൾ? 2 റോ ആയിട്ട് കാർപ്പൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ മെറ്റാ കാർപ്പൽ ഭാഗം വരിക. അങ്ങനെ ഓരോ കയ്യിലും നമുക്ക് 5 വിരൽ വീതമാണ് ഉള്ളത്. അപ്പോൾ അതിന് സമാനമായിട്ട് എന്തുണ്ട് മക്കളെ? ഒരു കയ്യിൽ 5, ഈ കയ്യിൽ 5, അങ്ങനെ 10 മെറ്റാ കാർപ്പലുണ്ട്. അതുപോലെയാണ് നമ്മുടെ കാലും എടുക്കുമ്പോഴത്തേക്കും ഒരു കാലിൽ 5, മറ്റേ കാലിൽ 5, അങ്ങനെ 10 മെറ്റാ ടാസൽസും ഉണ്ട്. ഒരു വിരലിന് ഒരെണ്ണം ചില്ലടാ. നോക്ക്, എണ്ണി നോക്ക്. 1 2 3 4 5, 1 2 3 4 5 ഉണ്ടല്ലോ, ഉണ്ട്. ഈ കയ്യിൽ 5, ഈ കയ്യിൽ 5, ഈ കാലിൽ 5, ഈ കാലിൽ 5. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു മെറ്റ ചേർത്താൽ മതി. മറ്റേ കാർപ്പലും ടാസലും പഠിച്ചാണ് മുകളിൽ. ഇവിടെ ഒരു മെറ്റ മാത്രം ചേർത്താൽ മതി അല്ലേ? മെറ്റാ ടാസൽസ് അല്ലേ? മെറ്റാ കാർപ്പൽസ് പഠിച്ചു കഴിഞ്ഞു. ഇനി എഴുതാം നിങ്ങൾക്ക്. മെറ്റാ കാർപ്പൽ 10 എണ്ണം, മെറ്റാ ടാസൽ 10 എണ്ണം എഴുതിയാ? ഓക്കെ. ഇനി നമുക്ക് ഫെലാഞ്ചസ് നോക്കാം. ഫെലാഞ്ചസ് എന്ന് പറയുമ്പോൾ വിരലുകളിലെ അസ്ഥികളാണ്. 28 ഫെലാഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു കയ്യിൽ എത്ര? 14 എണ്ണം. എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 9 ഇങ്ങനെ മടക്കി വെച്ചെണ്ണേ. 10 11 12 13 14. മനസ്സിലായ? എണ്ണി നോക്ക്. ഈ വിരൽ 2 എണ്ണേ ഉള്ളൂ. ഈ തള്ള വിരലിൽ 2 എണ്ണേ ഉള്ളൂ. അങ്ങനെ 14 വന്നേ. അല്ല തിരിഞ്ഞ പിള്ളേരെ. അതേപോലെയാണ് കാലിലും. അതേപോലെയാണ് കാലിൻ്റെയും അവസ്ഥ.
ഓക്കെ ആണ് പറഞ്ഞത്? ഓക്കെ ആണോ? ദാ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇതെന്താണ്? ഇത് മെറ്റാകാർപ്പല്ല ഇതിന്റെ കൂടെ വരുന്നത്. ബാക്കി 2 പീസ് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഫലാഞ്ചസ് 14 ഒരു കയ്യിൽ, അങ്ങനെ 2 കൈയും കൂട്ടുമ്പോൾ 28. ഇനി എഴുതാം, എണ്ണി നോക്കിയിട്ട് എഴുതിക്കോ. കാലിലും വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ, അത് തന്നെ. അപ്പോൾ ഇത് 2 കൈയും കാലും അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ എഴുതി നിങ്ങളൊരു ഭിത്തിയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നെ സംശയമൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ അല്ലേടാ? ഓക്കെ ആണോ? ഇനി നമുക്ക് ബോൺസിന്റെ സ്ട്രക്ചറൽ എലിമെന്റ്സിനെ കുറിച്ച് നോക്കാം. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, സെൽസ് ഉണ്ട്, അതുപോലെ ബോണി മാട്രിക്സ് ഉണ്ട്, അതുപോലെ ഫൈബേഴ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് അല്ലേ? അതിനു മുന്നേ ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് നോക്കാം മക്കളെ. എന്താണ് ബോണിന്റെ ഒറിജിൻ അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഓർഗനും അതിൻ്റെതായ ഒറിജിൻ ഉണ്ട്. എവിടെ നിന്നാ? നമ്മുടെ ഭ്രൂണമായിട്ട് വികസിക്കുന്ന സമയത്തല്ലേ ആദ്യമായിട്ട് നമ്മൾ എന്ത് മീസോഡം, എൻഡോഡം ആൻഡ് എക്ടോഡം, അങ്ങനെ 3 പാളികളായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മുടെ ബോൺ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ കരുതും ബോണ് ഉള്ളിൽ നിന്നാണല്ലോ അല്ലേ? ബോൺ ഏറ്റവും ഉള്ളിലാണല്ലോ, അപ്പൊ എൻഡോഡം ആയിരിക്കാം. നോ, നെവർ. എന്താണ് ബോൺ? എന്താണ്? ഒരു മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ ആണ്. ഇതിനു മുന്നേ നമ്മൾ ഒരു മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ പഠിച്ചിട്ടുണ്ട്. ഏതാ മക്കളെ? ഹാർട്ട് അല്ലേ? യെസ്, ഓക്കെ, ഗുഡ്. അപ്പൊ ബോൺ എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ എങ്ങനെയാടാ? മീസോഡേമിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ അത് മറന്നു പോകില്ല കേട്ടോ, ഒരു ചോദ്യമാണ് കേട്ടോ. മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ ആണ് എന്ത്? ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് സ്ട്രക്ചറൽ എലിമെന്റ്സ് നോക്കാം. എന്താണ്? സെൽസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ബോണിൽ വിവിധ തരം സെൽസുകളുണ്ട്, കോശങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ സെല്ലുകൾ മാത്രമല്ല, എന്തുണ്ട്? ബോണി മാട്രിക്സ് കൂടെ ഉണ്ട് കേട്ടോ. എന്താണ്? ഈ സെല്ലുകൾക്കിടയിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, അതായത് നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, ബോൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റിജിഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ? റിജിഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ വീട് കെട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭിത്തികളൊക്കെ നല്ല ശക്തിയിൽ വേണ്ടേടാ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെല്ലുകളായിട്ട് നമുക്ക് ഇഷ്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടികൾക്കിടയിൽ നമ്മൾ എന്ത് ചാന്തുകൂട്ടി വെക്കില്ലേ? ഒരു മാട്രിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ഒരു മണലും നമ്മുടെ സിമെന്റും ഒക്കെ ചേർത്തിട്ട് അതിനെ ഉറപ്പിച്ച് വെക്കും. അങ്ങനെ എന്തുണ്ട്? ബോണി മാട്രിക്സ് ഉണ്ട് അല്ലേ? സെൽസ് ഉണ്ട്, അതിനോടൊപ്പം ബോണി മാട്രിക്സ് ആൻഡ് ഫൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളുടെ ചേരുന്നുണ്ട് ബോണിൽ. അതുകൊണ്ടാണ് നമുക്ക് ബോൺ കാണുമ്പോഴത്തേക്ക് എടുത്ത് ഒരടി കൊടുത്തു കഴിഞ്ഞാലും കമ്പ് പോലെ നമ്മുടെ കയ്യിലിരിക്കുന്നതൊക്കെ. ഓക്കെ അല്ലേ? എടാ, ഒരാളിനെ തട്ടാൻ വേണ്ടി നമുക്കൊരു പശുവിന്റെ അല്ലെങ്കിൽ നല്ലൊരു എല്ല് പോലെ ഒറ്റ അടി കൊടുത്താൽ മതി. അമ്മാതിരി സ്ട്രോങ് ആയ സാധനമാണ് ബോൺ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ എന്താ? സെൽസ് ഉണ്ട്, അതുപോലെ വേറെന്തുണ്ട്? ബോണി മാട്രിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്, അതുപോലെ ഫൈബേഴ്സ് ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസ് ഉണ്ടാടാ? ഉണ്ട് കേട്ടോ, ഉണ്ട്. അതുപോലെ നെർവ്സ് ഉണ്ട്, നെർവ് എൻഡിങ്സ് മാത്രമല്ല, ഇന്നർവേഷൻ ഉണ്ട്. അതുപോലെ ലിംഫ് വെസൽസും ഉണ്ട് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബാക്കിയുള്ള ടിഷ്യൂസിലുള്ളതുപോലെ ഇതെല്ലാം അവിടെയും ഉണ്ട്. ഓക്കെ, എക്സ്ട്രാ എന്താ ഉള്ളത്? ബോണി മാട്രിക്സും ഫൈബേഴ്സും അല്ലേ? ഇത് 2 കാര്യങ്ങൾ എക്സ്ട്രാ വരുമ്പോഴത്തേക്കാണ് ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇതേപോലെ കമ്പ് പോലെയൊക്കെ ആയി നമുക്ക് തടി പോലെ തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ബോണി സെൽസിനെ കുറിച്ച് നോക്കാം. ബോണി സെൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന കോശമാണ് എന്ത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശം. ഓസ്റ്റിയോബ്ലാസ്റ്റ്, ആ പേര് കേൾക്കുമ്പോൾ ബ്ലാസ്റ്റ് പൊട്ടിത്തെറി ഡെമോളിഷൻ ആണല്ലോ. അപ്പോൾ ഇത് നശിപ്പിക്കുന്നതാണോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, ഈ ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, ഈ പൊട്ടിത്തെറി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ എന്താണ് അണുവിസ്ഫോടനം, എന്താണ് നിങ്ങൾ ഇത് കണ്ട മനസ്സിൽ ഓർത്താൽ മതി. എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ചേർത്ത് ഓർത്താൽ മതി. എന്താണ്? ഹൈഡ്രജനും കൂടി ചേർന്ന് ഹീലിയം ഉണ്ടാകുന്ന പോലെ. യെസ്, ഒരു വളർച്ചയാണത് ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഒരു പൊട്ടിത്തെറി പോലെയുള്ള വളർച്ചയാണ് അല്ലേ? അതാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓസ്റ്റിയോബ്ലാസ്റ്റ്, ദേ ആർ യങ് സെൽസ് ഫോംസ് ബോൺസ്. ബോണായി മാറുന്ന യങ് സെൽസിനെ അല്ലെങ്കിൽ ബോൺ ഫോമിങ് സെൽസ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാ, പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. യങ് സെൽസ് ഫോം ബോൺസ്, എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ്. അതായത് നമുക്ക് അസിസ്റ്റന്റ് സർജനും അതുപോലെ നഴ്സിംഗിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ ബോൺ ഫോമിങ് സെൽസ് ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഓക്കെ, ഇനി ഇത് എവിടെയാ പ്രസന്റ് ആയിരിക്കുന്നത്? പ്രസന്റ് ഇൻ ദ ഡീപ്പർ ലെയർ ഓഫ് പെരിയോസ്റ്റിയം ആൻഡ് എപ്പിഫേസിയൽ പ്ലേറ്റ് അല്ലേ? പെരിയോസ്റ്റിയത്തിലും അതുപോലെ എപ്പിഫേസിയൽ പ്ലേറ്റിലൊക്കെ കാണുന്ന സാധനമാണ് എന്ത്? ഓസ്റ്റിയോബ്ലാസ്റ്റ്. കാരണം എന്താ? എപ്പിഫേസിയൽ പ്ലേറ്റ് എന്തിന് കാരണമാകുന്ന സംഗതിയാണ്? വളർച്ചയ്ക്ക് അല്ലേ? ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ അല്ലേടാ? യെസ്. അപ്പോൾ അതാണ് എന്ത്? ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാം. ദേ ആക്ട് ലൈക്ക് കൺസ്ട്രക്ഷൻ ക്രൂസ്. കൺസ്ട്രക്ഷൻ ക്രൂ എന്ന് പറയുമ്പോൾ എന്താണ്? കൺസ്ട്രക്ഷൻ പണിക്കാരെ പോലെയാണ് ഒരു പണിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു
നേരത്തെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിന്റെ കാര്യം പറയുന്നതാണ്. നമുക്ക് കെട്ടി ഉയർത്തുന്ന പോലെ അല്ലേ, ഒരു വീട് കെട്ടി ഉയർത്തുന്ന പോലെ അതിൻ്റെ ഇടയിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസും കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അല്ലേ. ഓക്കെ, അതിനിടയ്ക്ക് ഓരോ സെല്ലുകൾ കയറിയിരിക്കും, അതാണ് നമ്മുടെ ഇഷ്ടികകൾ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആക്ട് ലൈക്ക് കൺസ്ട്രക്ഷൻ ക്രൂസ്, ബിൽഡിംഗ് ന്യൂ ബോൺ സെൽസ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സിസ്റ്റിംഗ് ബോൺസ്. അതായത് ഇവര് പുതിയ ബോൺ സെൽസിനെ ബിൽഡ് ചെയ്യുന്നു, അതിനോടൊപ്പം നിലവിലുള്ള ബോൺ സെൽസിനെ എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു, അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മെയിൻ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ബോൺ ഫോർമേഷൻ, റീമോഡലിംഗ് ആസ് യു ഏജ് ആൻഡ് ഹീലിംഗ് ഡാമേജ്ഡ് ബോൺസ്. പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ബോൺ ഫോർമേഷൻ. നമ്മൾ വളരുമ്പോഴത്തേക്കും ഇത്ര ഉണ്ടായിരുന്ന ഹ്യൂമറസ് വളർന്ന് അത്രയും നീളത്തിലായില്ലേടാ. യെസ്, അങ്ങനെ ബോൺ ഫോർമേഷന് വേണ്ടി വളരുക. അതുപോലെ റീമോഡലിംഗ് ആസ് യു ഏജ്, നമ്മൾ ഏജ്ഡ് ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ബോണിൽ കുറച്ച് റീമോഡലിംഗ് വരും, അത് ചെയ്യുക. അതുപോലെ ഡാമേജ്ഡ് ബോൺ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യും, അത് ഊറിപ്പിടിക്കുമെന്ന് നമ്മൾ പറയും അല്ലേ, ഊറിപ്പിടിക്കുമെന്ന് പറയത്തില്ലടാ. അതിനാണ് സംഗതി. അതെന്താണ്, നമ്മുടെ ഡാമേജ്ഡ് ബോൺസിന്റെ ഭാഗം അവിടെ നോർമലി ഹീലായി വരും, നമ്മൾ ഊറിപ്പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഡാമേജ്ഡ് ബോൺസിനെ ഹീൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തിന്റെ, ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ഫങ്ഷൻസ്. അപ്പോൾ ഞാൻ മോളിൽ പറഞ്ഞതുപോലെ എന്താണ് പറഞ്ഞത് മക്കളെ, ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യുന്നേ. അതിന്റെ ട്രിഗർ ആരാ കൊടുക്കുന്നേ, ഒന്നുകിൽ കെമിക്കൽ റിയാക്ഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഹോർമോൺസ് അല്ലേ, ഹോർമോണുകളോ അല്ലെങ്കിൽ പല കെമിക്കൽ റിയാക്ഷൻസോ മൂലമായിരിക്കും എന്ത് ചെയ്യപ്പെടുക, ഈ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ നിരന്തരം ട്രിഗർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, അവരെ നയിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യും, എന്ത് സെക്രീറ്റ് ചെയ്യും, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബോണി മാട്രിക്സ് എന്ത് ചെയ്യും, അവർ സെക്രീറ്റ് ചെയ്യും അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യും, അതിനകത്ത് എന്തൊക്കെയുണ്ട്, കൊളാജനും ഉണ്ട്, അതുപോലെ കാൽഷ്യം, ഫോസ്ഫേറ്റ് ആൻഡ് അതർ മിനറൽസ് എല്ലാം ഉണ്ട്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇത്തരത്തിൽ ബോണി മാട്രിക്സ് വിടുന്ന അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരുന്ന കോശം ഏതെന്നായിരുന്നു നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒരു ചോദ്യം കിട്ടിയില്ലേടാ, അടുത്ത സെൽസ് നിന്ന് അടുത്ത ഈ പ്രാവശ്യമുള്ള ചോദ്യം കിട്ടും കേട്ടോ. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ ഡെപ്പോസിറ്റിംഗ് ബോൺ മാട്രിക്സ്, ഈ ബോൺ മാട്രിക്സ് നിക്ഷേപിച്ച ശേഷം ഒന്നുകിൽ അവർ എന്തായിട്ട് മാറും, ഓസ്റ്റിയോസൈറ്റ്സ് ആയിട്ട് മാറും അല്ലേ. ബോണിലുള്ള ശരിക്കുള്ള കോശങ്ങളാണ് ഓസ്റ്റിയോസൈറ്റ്സ്. ശരിക്കും പറഞ്ഞാൽ ബോൺ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആയി മാറുക. അല്ലാന്നുണ്ടെങ്കിൽ അവർ അങ്ങ് നശിച്ചു പോകും. എന്നിട്ട് അടുത്ത ഓസ്റ്റിയോബ്ലാസ്റ്റ് ഫോം ചെയ്ത് വളർച്ച ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ഓക്കെ, അപ്പോൾ എവിടെയാണ് കാണുന്നത്, പെരിയോസ്റ്റിയത്തിലും കാണപ്പെടും, എപ്പിഫൈസിൽ പ്ലേറ്റിലും കാണപ്പെടും അല്ലേ. അതുപോലെ ബോൺ ഫോമിംഗ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. യങ് സെൽസ് ഫോം ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഇവരുടെ പണി എന്താണ്, ഇവർ എന്താണ് കൺസ്ട്രക്ഷൻ ക്രൂവിനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ ബോണി മാട്രിക്സിനെ സെക്രറ്റ് ചെയ്തുകൊണ്ട് പോകും. അവരുടെ പണി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒന്നുകിൽ അവർ ഓസ്റ്റിയോസൈറ്റ് ആയിട്ട് മാറും, അതല്ലാന്നുണ്ടെങ്കിൽ അവരെന്തായിട്ട് മാറും, അവർ നശിച്ചു പോകും അല്ലേ. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ഓസ്റ്റിയോസൈറ്റ് നോക്കാം. നമ്മൾ നേരത്തെ ഓസ്റ്റിയോ ബ്ലാസ്റ്റാ പഠിച്ചല്ലേ, ബ്ലാസ്റ്റ് പൊട്ടിത്തെറിയുടെ വളർച്ചയോടുകൂടി അല്ലെങ്കിൽ പൊട്ടിത്തെറിയുടെ ആ ഒരു സ്പീഡിൽ വളരുന്ന സാധനം, ഇങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഇനി സൈറ്റ് എന്ന് പറയുമ്പോൾ സെല്ല് അല്ലേ, ഇത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓസ്റ്റിയോസൈറ്റ് സെർവ് ആസ് എ സെക്യൂരിറ്റി സിസ്റ്റം വിത്തിൻ ബോൺസ്, ബീങ് ദ മോസ്റ്റ് കോമൺ ബോൺ സെൽ ടൈപ്പ്. മോസ്റ്റ് കോമൺ ബോൺ സെൽ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്, ഓസ്റ്റിയോസൈറ്റ് ആണ് കേട്ടോ. എന്താണ് മോസ്റ്റ് കോമൺ ബോൺ സെൽ ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്, ഓസ്റ്റിയോസൈറ്റ് ആണ്, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അവ ചെയ്യുന്നത്, മോണിറ്റർ ചേഞ്ചസ് ഇൻ പ്രഷർ ആൻഡ് സ്ട്രെസ് അഫക്റ്റിംഗ് ബോൺസ്, റെസ്പോണ്ടിങ് ടു മൂവ്മെന്റ്സ് ആൻഡ് ഇഞ്ചുറീസ്. ഓക്കെ, എന്താണ്, അതായത് ബോണിൽ കിട്ടുന്ന പ്രഷർ, സ്ട്രെസ്, അത്ര കാര്യങ്ങൾ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇഞ്ചുറീസ് എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നോക്കുക, ക്യാൻ ട്രിഗർ റിയാക്ഷൻസ് ദാറ്റ് അട്രാക്ട് ഓസ്റ്റിയോക്ലാസ്റ്റ് ടു ഡിസോൾവ് ഡാമേജ്ഡ് ബോൺ ഏരിയാസ് ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റ് ടു ലേ ഡൗൺ ന്യൂ ബോൺ ടിഷ്യൂസ് ഫോർ ഹീലിംഗ്. നമുക്ക് എവിടെയെങ്കിലും ഒരു പൊട്ടലോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ കുറച്ച് ബോൺ സെൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ നശിച്ചു പോകും അല്ലേ, നശിച്ചു പോകും. അപ്പോൾ ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിനെ റീമോഡൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ബോൺ റിസോർപ്ഷൻ നടക്കണം. അതായത് ആ ബോണിലെ നശിച്ചുപോയ സെല്ലുകളിനെ എന്ത് ചെയ്യണം, നശിപ്പിച്ച് മാറ്റി അതിനെ അബ്സോർബ് ചെയ്തിട്ട് പുതിയ ബോൺ സെൽസ് വന്നാലല്ലേ നമ്മൾ പറഞ്ഞ ഊറിപ്പിടിക്കൽ സാധ്യമാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉള്ള ആക്ഷൻസ് ട്രിഗർ ചെയ്യാനുള്ള ഒരു സാധനമായിട്ട്, ഒരു സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളാണ് ഓസ്റ്റിയോസൈറ്റ് ആണ് കേട്ടോ മക്കളെ. ഓക്കെ ആണോ പറഞ്ഞത്, ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. എന്താ ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ബോൺ സെല്ലാണ്. ഇതിന്റെ ഡ്യൂട്ടി എന്താണ്, ഒരു സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യലാണ്. എന്താ അവർ ചെയ്യുന്നത്, ബോണിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തോ സ്ട്രെസ്, സ്ട്രെയിൻ, ഇഞ്ചുറീസ് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യലാണ്.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? എന്ത് ചെയ്യൂടാ? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ, വളർച്ച ഉണ്ടാക്കുന്നതല്ലേ. അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് പ്രോസസ്സിനൊക്കെ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകൾ വേണം. വേണ്ടേടാ? വേണം. അതുപോലെ ഓസ്റ്റിയോക്ലാസ്റ്റുമുണ്ട്. ഓസ്റ്റിയോക്ലാസ്റ്റ് നശിപ്പിക്കുക, റിസോർപ്ഷൻ നടത്തുക. നശിച്ചുപോയ സെല്ലുകളെ റിസോർപ്ഷൻ നടത്താൻ വേണ്ടി എന്തുണ്ട് മക്കളെ? ഓസ്റ്റിയോക്ലാസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഓസ്റ്റിയോക്ലാസ്റ്റ് ഞാൻ ട്രിഗർ ചെയ്തിട്ട് ഇപ്പൊ നോക്കാം, ഇവിടെ ഒടിഞ്ഞു പോയി, അവിടെ എല്ലൊടിഞ്ഞു പോയാൽ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഓസ്റ്റിയോക്ലാസ്റ്റിനെ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ഈ പറഞ്ഞ നശിച്ച ഇതിനെല്ലാം എന്താണ്, നമ്മുടെ ഈ സെല്ലുകളെല്ലാം റിസോർപ്ഷൻ നടത്തും. അത് കഴിഞ്ഞ് ഫോർമേഷൻ നടത്തും അല്ലേ, ഓസ്റ്റിയോബ്ലാസ്റ്റിനെ കൊണ്ട് ഫോർമേഷൻ നടത്തും. ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്ന സെക്യൂരിറ്റി സിസ്റ്റമാണ് മക്കളെ ആര്? ഓസ്റ്റിയോസൈറ്റ്. ഓക്കെയാണ്? ഓക്കെ അല്ലേ? നോക്ക്, ഇവിടെയൊക്കെ ഓസ്റ്റിയോസൈറ്റുകളുണ്ട് കണ്ടോ. ഇവരാണ് ഈ പരിപാടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബോണി സെല്ല് നമ്മൾ പഠിച്ചു. എന്താണ്? ഓസ്റ്റിയോസൈറ്റ്. ഇനി ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞ ഓസ്റ്റിയോക്ലാസ്റ്റ് ഡെമോളിഷൻ ക്രിയൂ കണ്ടോ. എന്താണ്? അടിച്ച് പൊളിച്ച് കളയുക, അതായത് ആവശ്യമില്ലാത്തതിനൊക്കെ അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളയുക. ഇതാണ് ഓസ്റ്റിയോക്ലാസ്റ്റ്. എന്താണ്? ഡെമോളിഷൻ ക്രിയൂ. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? കൺസ്ട്രക്ഷൻ ക്രിയൂ അല്ലേ. അവരെന്താണ് പണിയെടുത്ത് സെറ്റ് ചെയ്തുകൊണ്ട് പോകും, താഴെ നിന്ന് എടുത്ത് നശിപ്പിച്ചിട്ടുള്ള കാര്യം നടക്കോ? ഇല്ല, ആവശ്യമില്ലാത്തതിനെ നശിപ്പിച്ചുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ? ഓസ്റ്റിയോക്ലാസ്റ്റ് ഫങ്ഷൻ ആസ് ദ ഡെമോളിഷൻ ക്രിയൂ, ഡിസോൾവിംഗ് ഓൾഡ് ഓർ ഡാമേജ്ഡ് ബോൺ സെൽസ് ടു മേക്ക് സ്പേസ് ഫോർ ന്യൂ ടിഷ്യൂ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന ഞാനല്ല നീ ഒരുപാട് മാറിപ്പോയടാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മാറിപ്പോയി, ശരിക്കും മാറിപ്പോയി. നമ്മൾ ഇന്നലെ കണ്ട കോശമല്ല മറ്റവൻ്റെ മുഖത്ത് നിന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതേപോലെ നമ്മുടെ ബോണിന്റെ ശരീരത്തും എന്ത് സംഭവിക്കണം? പഴയ കോശങ്ങളെ മാറ്റി പുതിയ കോശങ്ങളെ കൊണ്ടുവരണം. വേണ്ടേ? വേണം. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്താണ്? നമ്മളെപ്പോലെ കോശം പീൽ ഓഫ് ആയി പോവോ? ഇല്ല. ഇവിടെ നോക്ക്, നമ്മുടെ ശരീരത്ത് നമ്മൾ 2 ദിവസം കുളിക്കാതിരുന്ന അഴുക്ക് വരും അല്ലേ. എങ്ങനെ അഴുക്ക് വരിക? നമ്മൾ വിചാരിക്കും, പണ്ടൊക്കെ വിചാരിക്കും പൊടി ഇങ്ങനെ നമ്മൾ മേത്ത് പറ്റുന്നതായിരിക്കും. വിയർത്തിട്ട് പൊടി പറ്റുന്ന മാത്രമല്ല മക്കളെ. എന്താണ് സംഭവം? നമ്മുടെ ശരീരത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ കോശങ്ങൾ ഡെഡാവുന്നുണ്ട്. മനസ്സിലാവില്ലേ? ആ കോശങ്ങൾ, ഡെഡായ കോശങ്ങളാണ് നമ്മൾ ഈ കഴുകി കളയുന്നത് ഡെയിലി കുളിക്കുമ്പോഴത്തേക്ക്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഈ ബോണിന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്? ഓൾഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ബോൺ ടിഷ്യൂ സെൽസ് എല്ലാം ഉണ്ട്. അതിനെ എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്ത് കളയണം അല്ലേ. ഡിസോൾവിങ് ഓൾഡ് ഓർ ഡാമേജ്ഡ് ബോൺ സെൽസ് ടു മേക്ക് സ്പേസ് ഫോർ ന്യൂ ടിഷ്യൂ. പുതിയ ടിഷ്യൂവിന് ഇരിക്കാൻ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഓൾഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ബോൺ സെൽസിനെ മാറ്റുന്ന പരിപാടിയാണ് ആർക്കുള്ളത്? ഓസ്റ്റിയോക്ലാസ്റ്റിനുള്ളത്. പേര് ഇങ്ങനെ തന്നെ പറഞ്ഞ ഓസ്റ്റിയോക്ലാസ്റ്റ്. ഇങ്ങനെ പറഞ്ഞാൽ അത് നശിപ്പിക്കുന്ന സാധനം മറക്കൂല. ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോക്ലാസ്റ്റ്, ഇങ്ങനെ പറ ഓസ്റ്റിയോക്ലാസ്റ്റ് കേട്ടോ. ഓക്കെ, അതുപോലെ റിലീസ് എൻസൈംസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ ഓൾഡ് ബോൺ ടിഷ്യൂ ടാർഗറ്റിംഗ് സ്പെസിഫിക് ഏരിയാസ് ടാഗ്ഡ് ബൈ ഓസ്റ്റിയോസൈറ്റ്സ്. കണ്ടോ, ഓസ്റ്റിയോസൈറ്റ്സ് എന്ത് ചെയ്യും? ആദ്യം ടാഗ് ചെയ്ത് കൊടുക്കും. ഇന്ന സ്ഥലത്ത് നീ പോയി എൻസൈംസ് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പഴയ ബോൺ സെൽസിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം. അവിടെ സെക്യൂരിറ്റി പറയും എവിടെ പണിയെടുക്കണമെന്ന് കേട്ടോ. അതാണ് പരിപാടി. അതുപോലെ ദ പ്രോസസ് ക്രിയേറ്റ്സ് മൈക്രോസ്കോപ്പിക് പിറ്റ്സ് ആൻഡ് ഡിവോട്സ് പ്രിപ്പയറിംഗ് ദ സൈറ്റ് ഫോർ ന്യൂ ബോൺ ഡെപ്പോസിഷൻ ബൈ ഓസ്റ്റിയോബ്ലാസ്റ്റ്. കണ്ടോ, ഈ ഒരു പ്രോസസ് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു കുഞ്ഞ് എന്താണ്? പിറ്റും കുഴികളൊക്കെ രൂപപ്പെടും. അവിടെ വന്നിട്ട് നമ്മൾ ആര് പ്രവർത്തിക്കൂടാ? ഓസ്റ്റിയോബ്ലാസ്റ്റ് വന്നിട്ട് പുതിയ ബോണിനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് പോകും. ഓക്കെയാണ്. അപ്പോൾ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്താണെന്ന് മനസ്സിലായി, എൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഡെമോളിഷൻ ക്രിയൂ എന്താണ്? അല്ലെങ്കിൽ ബോൺ സെൽസിനെ റിസോർപ്ഷൻ അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ഡെഡ് സെൽസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആരാടാ? ഓസ്റ്റിയോക്ലാസ്റ്റ്. ഇത്രയേ ഉള്ളൂ. കൂടുതലും നമ്മൾ അതിനകത്ത് നോക്കണ്ട. ഇനി നോക്കാം ഓസ്റ്റിയോജെനിക് സെൽസ്. ജനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ജനിപ്പിക്കുക. ആര് ജനിപ്പിക്കുക? അപ്പോൾ ചോദിക്കും ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്താണെന്ന്. ഓസ്റ്റിയോബ്ലാസ്റ്റ് അതിനല്ലേ ശരിക്കും പറഞ്ഞാൽ ഓസ്റ്റിയോജെനിക് എന്ന് വിളിപ്പിക്കേണ്ടത്. കാര്യം എന്താ? അവരല്ലേ ബോണിനെ ജനിപ്പിക്കുന്നത്. ഒന്നും കൂടെ ബാക്കിലോട്ട് ജനിപ്പിക്കുക. അതിന്റെ ബേസ് അതിലോട്ട് വരിക കേട്ടോ. ഓസ്റ്റിയോജെനിക് സെൽസ് ആർ ദ പ്രിക്കോസർ സെൽസ് ഓഫ് ദ ഓസ്റ്റിയോബ്ലാസ്റ്റ്. കണ്ട, എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് ശരിക്കും വളർച്ചയ്ക്ക് സഹായിക്കുന്നത്, വളർച്ച നടത്തുന്നത് അല്ലേ. അപ്പോൾ അവയുടെ പ്രിക്കോസർ സെൽസ് ആണെന്ത്? ഓസ്റ്റിയോജെനിക് സെൽസ്. കണ്ടോ, ഓസ്റ്റിയോജെനിക് സെൽസ്. ഓക്കെ, ഓസ്റ്റിയോജെനിക് സെൽസ് ആണ് പ്രിക്കോസർ. വൈറ്റമിൻ ഡിയുടെ പ്രിക്കോസർ ഏതാ? താഴെ കമന്റ് കേട്ടോ. വൈറ്റമിൻ ഡിയുടെ പ്രിക്കോസർ കേട്ടോ. അല്ലെങ്കിൽ പോയി നോക്കിയിട്ട് വരണം, ചോദ്യമാണ്. അതുപോലെ അപ്പോൾ എന്താണ്? ഓസ്റ്റിയോജെനിക് സെൽസ് ആർ ദ പ്രിക്കോസർ സെൽസ് ടു ഓസ്റ്റിയോബ്ലാസ്റ്റ്
വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഫോമിങ് ന്യൂ ബോൺ ടിഷ്യൂ. ഓക്കെ, എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്? എന്താണ് ന്യൂ ബോൺ ടിഷ്യൂ ഫോം ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ ദേ റെസൈഡ് ഇൻ ദ പെരിയോസ്റ്റിയം, ദ ഔട്ടർ ലെയർ ഓഫ് ദി ബോൺ, ആൻഡ് ദ എൻഡോസ്റ്റിയം, ദ ഇന്നർ ലൈനിങ് ഓഫ് ബോൺ ക്യാവിറ്റീസ്. എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്? പെരിയോസ്റ്റിയത്തിലും എന്താണ് എൻഡോസ്റ്റിയത്തിലും, അല്ലേ? എൻഡോസ്റ്റിയത്തിലും. അതുപോലെ നമ്മൾ നടുക്കുള്ള എൻഡോസ്റ്റിയത്തിനകത്തുള്ള നമ്മുടെ മഞ്ഞ ഇതിലെ ബോൺമാരോ അവിടെയൊക്കെ എന്ത് കാണപ്പെടും? ഓസ്റ്റിയോജനിക് സെൽസ് കാണപ്പെടും കേട്ടോ. ഓക്കെ, മനസ്സിലാക്കിയിരിക്കേണ്ട എന്താണ്? ഇത് എവിടെ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് എന്താണെന്ന് പഠിച്ചിരിക്കുക. എന്താണ്? പ്രിക്കോസർ ഓഫ് സെൽസ്, എന്ത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്, അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോണി സെൽസ്. പ്രധാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു പോകണം മക്കളെ, ഒന്നുകൂടെ പറഞ്ഞു അല്ലേ? ഒന്നുകൂടെ പറയാം. ഓസ്റ്റിയോബ്ലാസ്റ്റ് ബോൺ ഫോമിങ് സെൽസ്, അവ എന്ത് ചെയ്യും? കോൺക്രീറ്റ് ഇട്ടിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് കോൺക്രീറ്റിൽ എന്തൊക്കെയുണ്ട്? ഈ പറഞ്ഞ കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, ഫൈബർ എല്ലാം ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവർ ഒന്നുകിൽ ട്രാൻസ്ഫോം ആയിട്ട് മാറും, എന്തായിട്ട്? ഓസ്റ്റിയോ സൈറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആയിട്ട് മാറും, അല്ലേ? അല്ലെങ്കിൽ ചത്തുപോകും. ഇനി എന്താണ് ഓസ്റ്റിയോസൈറ്റ്? ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കുള്ള നമ്മുടെ കോമൺ ബോൺ സെല്ലാണ്. ഇതെന്ത് ചെയ്യും? സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും. എന്ത് ചെയ്യും? എവിടെയെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റിനെ വിവരം അറിയിക്കും, ഓസ്റ്റിയോക്ലാസ്റ്റിനെ വിവരം അറിയിച്ചിട്ട് അവിടെ അതിൻ്റെ പണി നടപ്പിലാക്കും. ഓക്കെ, അതുപോലെ എന്താണ് ഓസ്റ്റിയോജനിക്കിന് പിന്നെ ഓസ്റ്റിയോക്ലാസ് ഇല്ലേ? ഓസ്റ്റിയോക്ലാസ് ഡെമോളിഷൻ ഗ്രൂ ആണ്. പുതിയ ടിഷ്യൂ ഉണ്ടാകാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കണം, അതിനുവേണ്ടി പഴയതോ അല്ലെങ്കിൽ നശിച്ചതോ ആയിട്ടുള്ള ബോൺ സെൽസിനെ നീക്കം ചെയ്യണം. അതിന് വേണ്ടിയുള്ള പരിപാടി നടത്തുന്നു ആര്? ഓസ്റ്റിയോക്ലാസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ബോൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാടാ. ബോൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓരോന്നും അതിൻ്റെ എക്സാമ്പിളും കൃത്യമായിട്ട് പഠിക്കാവുന്നത് നമ്മളെ കരിക്കുലത്തിലുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം ബോണിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അത് ഇച്ചിരി എളുപ്പമായ കാര്യം തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ലോങ് ബോൺ ആണോ, ഫ്ലാറ്റ് ബോൺ ആണോ, ഷോർട്ട് ബോൺ ആണോ, ഇറഗുലർ ബോൺ ആണോ എന്ന് ഒരു സംശയം വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഒന്ന് ലോങ് ബോൺ ആയിട്ട് തിരിച്ചിരിക്കുന്നു, നീളമുള്ള ബോൺ. ഉദാഹരണം കയ്യിൽ നോക്കടാ, ഇത് ലോങ് ബോൺ ആണ്, അല്ലേ? ഒരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ ഫ്ലാറ്റ് ബോൺ എന്ന് പറയുമ്പോൾ എന്നതാ മക്കളെ? പരന്ന ബോൺ. ഇത്രയേ ഉള്ളൂ, പരന്ന ബോൺ. നമ്മുടെ എവിടെ? സ്കാപ്പുല, അതുപോലെ ഇടുപ്പല്ല്, അതുപോലെ നമ്മുടെ തലയോട്ടിയിലുള്ള അസ്ഥികളെല്ലാം എന്താണ്? ഫ്ലാറ്റ് ബോൺ ആണ്. അതുപോലെ നമ്മുടെ റിബ്സ് നമ്മൾ വിചാരിക്കും ലോങ് ബോൺ ആണെന്ന്, അങ്ങനെ അല്ല, ഫ്ലാറ്റ് ബോൺ ആണ്. പറഞ്ഞുതരാം. അതുപോലെ ഷോർട്ട് ബോൺസ്, ലോങ് ആണെങ്കിൽ ഷോർട്ടും കാണണമല്ലോ. യെസ്, ഷോർട്ട് ബോണിന് രണ്ട് എക്സാമ്പിളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ കാർപ്പൽസും, രണ്ട് ടാർസൽസും. ഓക്കെ, അതുപോലെ അടുത്തെന്താണ്? ഇറഗുലർ ബോൺസ്. ഇതിലൊന്നും പെടുത്താൻ പറ്റില്ല, അത്രയേ ഉള്ളൂ അർത്ഥം. ഉദാഹരണം നിങ്ങൾ കണ്ടില്ലേ? ഇതാ ഈ സാധനം എന്താണ്? നമ്മുടെ വെർട്ടിബ്ര കോളത്തിലുള്ള സാധനങ്ങൾ, അല്ലേ? എത്രയേ ഉള്ളൂ. വെർട്ടിബ്ര. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഒന്നും കൂടെ വിശദമായിട്ട് വിത്ത് എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താ ലോങ് ബോൺസ്? ദീസ് ആർ ഫൗണ്ട് പ്രിൻസിപ്പലി ഇൻ ദ ലിംസ്. പ്രധാനമായിട്ടും കൈയിലും കാലിലുമാണ് ഈ സാധനം കാണപ്പെടുക. ഈച്ച് ലോങ് ബോൺ കൺസിസ്റ്റ് ഓഫ് എ ഷാഫ്റ്റ് ആൻഡ് ടു എക്സ്ട്രിമിറ്റീസ് and they act as a lever in the body to make movements possible. ലോങ് ബോൺസ് ഉള്ള എല്ലാ ഭാഗം പരിശോധിച്ചാലും നിങ്ങൾക്ക് മൂവ്മെന്റ് പോസിബിൾ ആകുന്നത് കാണാൻ കഴിയും. കാലുകൊണ്ട് മൂവ്മെന്റ് ഇല്ലേ, കൈ കൊണ്ട് മൂവ്മെന്റ് ഇല്ലേ, വിരലുകൾ കൊണ്ട് മൂവ്മെന്റ് ഇല്ലേ? അപ്പോൾ ഇതിലകത്തെല്ലാം എന്തുണ്ട്? ലോങ് ബോൺസ് ആണുള്ളത്. പണ്ട് മുതലേ നമ്മൾ എല്ല് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒരു പട്ടിയുടെ വായിൽ ഇരിക്കുന്ന നല്ല നീളമുള്ള ലോങ് ബോൺ ആണല്ലേ? യെസ്. അപ്പോൾ ലോങ് ബോണിൽ ഷാഫ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, നേരത്തെ പഠിച്ചാണ് അല്ലേ? അതുപോലെ രണ്ട് എക്സ്ട്രിമിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഇതെല്ലാം ഒരു മൂവ്മെന്റിൽ ലിവറായിട്ട് ആക്ട് ചെയ്യും. നോക്ക്, ഈ എക്സാമ്പിൾ എല്ലാം എടുത്തു കഴിഞ്ഞാലും ഇത് എവിടുത്തെ ബോണാ മക്കളെ? നോക്ക്, ടിബിയ, ഫിബുല, ഫീമർ, മെറ്റാടാർസൽ, ഫാലാഞ്ചസ്, റേഡിയസ്, അൾന, ഹ്യൂമറസ്. ഏതൊക്കെ? റേഡിയസ്, അൾന ലോങ് ബോൺ, ഹ്യൂമറസ്, ഫാലാഞ്ചസ് ലോങ് ബോണാ. ഷോർട്ട് ബോൺ അല്ല, അത് ലോങ് ബോണാ. കാര്യം എന്താ? ഷോർട്ട് ബോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ചതുരക്കട്ടയുടെ ആകൃതി വരണം, എന്നാൽ ഷോർട്ട് ബോൺ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ചതുരക്കട്ട പോലെ ഇരിക്കണം കേട്ടോ. ഇതങ്ങനെയല്ല, ഇത് ലോങ് ബോൺ തന്നെയാ കേട്ടോ. ഇതെല്ലാം ഫാലാഞ്ചസ് എല്ലാം ലോങ് ബോൺ ആണ്. അതുപോലെ കാലിലെടുത്താൽ ടിബിയ, ഫിബുല, ഫീമർ, അതുപോലെ മെറ്റാടാർസൽസ്. ഇവിടെ മെറ്റാ കാർപ്പൽസ് കണ്ടില്ലേ? ഇവിടെ കാണുന്ന മെറ്റാ കാർപ്പൽസ് അല്ല കേട്ടോ. കാർപ്പൽസും ടാർസൽസും അല്ല. കയ്യിലെയും കാലിലെയും കാർപ്പൽസ്, ടാർസൽസ്, അതുപോലെ സെസമോയിഡ്സ് ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം എന്താണ്? ലോങ് ബോൺസാ. കയ്യിലെയും കാലിലെയും കാർപ്പൽസ്, കയ്യിലെ റിസ്റ്റിലെ ബോൺ നമുക്കറിയാം, സി ആദ്യം അല്ലേ? ടാർസൽസ് കാലിലെ
റിസ്റ്റിന് സമാനമായിട്ടുള്ള ഭാഗത്ത് നമ്മുടെ കുഴയിലുള്ള ബോൺസ് ആണ് ടാർസൽസ്, നമുക്കറിയാം. അതെല്ലാം ഷോർട്ട് ബോൺസ് ആണ്. പിന്നെ ഉള്ള സെസമോയിഡ് എത്ര എണ്ണം ഉണ്ട്? 2 4 പ്രധാനമായിട്ടുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ സെസമോയിഡ് ഏതാ? പാറ്റല്ലയാണല്ലേ, പാറ്റല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ബാക്കിയുള്ളതെല്ലാം എന്നതാ? ലോങ് ബോൺസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ഇതൊക്കെ ലോങ് ബോൺസിന് എക്സാമ്പിളാണ്. കണ്ടോ, 2 എക്സ്ട്രിമിറ്റീസ് കൊണ്ട് ഒരു ബോഡി ഉണ്ട്, കണ്ടില്ലേ? കാലിലുള്ള അസ്ഥിയാണെന്നുണ്ടെങ്കിലും കയ്യിലുള്ള ഈ ഫലാഞ്ചസ് ആണെന്നുണ്ടെങ്കിലും ഇതെന്താ? ഇത് കാർപ്പൽസ് അല്ലേ? അപ്പോൾ ഇതെന്താ? മെറ്റാ കാർപ്പൽസ്. ലോങ് ബോൺസ് കണ്ട മക്കളെ, ഇത് റേഡിയസ് ആൻഡ് ഇത് കൊച്ചാളിന അല്ലേ? ഇത്രയും ഇതെല്ലാം ലോങ് ബോൺസിന് എക്സാമ്പിൾ. അപ്പോൾ എന്താ മാറി നിൽക്കുന്നേ? ഈ പറഞ്ഞ ഇത് എന്താ? ഇതിന്റെ പേരെന്താ മക്കളെ? ഇത് കാർപ്പൽസ്, സി ആദ്യം വരുന്നു അല്ലേ? ഇതെന്താ? ടാർസൽസ്. ഇത്രയും കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഷോർട്ട് ബോണിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ബോൺസ് ഓഫ് കാർപ്പസ് ആൻഡ് ടാർസസ്. കാരണം എന്താ? ഇതെല്ലാം ഏറെക്കുറെ ഒരു ചതുരക്കട്ട പോലെയൊക്കെ ഇരിക്കുന്നത് അല്ലേ? യെസ്, ഇതെല്ലാം ഒരു ഇത് കണ്ടോ, ഇതൊരു ചതുരക്കട്ട പോലെ ഇരിക്കുന്നുണ്ട്, ഇതൊരു ചതുരക്കട്ട പോലെ ഇരിക്കുന്നുണ്ട്, ഇതിങ്ങനെ കട്ട പോലെ ഇരിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അതെല്ലാമാണ് എന്ത് പറയുക? ഷോർട്ട് ബോൺസ് എന്ന് പറയുന്നത്. ബോൺസ് ഓഫ് കാർപ്പസ് ആൻഡ് ടാർസസ്. കാർപ്പൽസും ടാർസൽസും ആണ് എന്ത്? ഷോർട്ട് ബോൺസിന് ഉദാഹരണം. മറന്നില്ലല്ലോ. അപ്പോൾ ഷോർട്ട് ബോൺസും ലോങ് ബോൺസും എവിടെ? നമ്മുടെ കയ്യിലും കാലിലും. വേറെ എങ്ങും ഇതിന് എക്സാമ്പിള് ഇല്ല. ഓക്കെ ആണ്? ഓക്കെ അല്ലടാ? ഓക്കെ, ഇനി ഫ്ലാറ്റ് ബോൺസ് നോക്കാം. ഫ്ലാറ്റ് ബോൺസ് കൺസിസ്റ്റ് ഓഫ് 2 layers of dense bone tissue with an intervening layer of spongy bone. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫ്ലാറ്റ് ബോൺസ് എന്ന് പറയുമ്പോൾ 2 ലെയർ ഉണ്ടാകും. എങ്ങനെ? ഇങ്ങനെ ഒരു ലെയറും ഓഫ് എന്താണ്? ഡെൻസ് ബോൺ ടിഷ്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു സ്പോഞ്ചി ബോൺ ഉണ്ടായിരിക്കും. ഓക്കെ, ദീസ് ആർ ഫൗണ്ട് വെയർ പ്രൊട്ടക്ഷൻ ഈസ് നീഡഡ്. അതുകൊണ്ടോ പ്രൊട്ടക്ഷൻ എവിടെയാണോ ആവശ്യമുള്ളത്. മറ്റേ സുരാജ് പറഞ്ഞാണോ പ്രൊട്ടക്ഷൻ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. മറ്റേ എന്ത് സിനിമ? മറ്റേ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിനകത്ത്. അതുപോലെ പ്രൊട്ടക്ഷൻ എവിടെയാണോ ആവശ്യം അവിടെ എന്ത് കാണും? ഫ്ലാറ്റ് ബോൺ കാണും അല്ലേ? അതുപോലെ ഫ്ലാറ്റ് ബോൺസ് ആൾസോ അഫോർഡ് ലാർജ് സർഫസ് ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് മസിൽസ്. ഫ്ലാറ്റ് ബോൺസ് മസിൽസിന്റെ അറ്റാച്ച്മെന്റിനുള്ള സർഫസും കൂടെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ സർഫസ് കൊടുക്കുന്ന ബോൺസ് ആണ് ഫ്ലാറ്റ് ബോൺസ്. അപ്പോൾ ഇത്രയാണ് ഫ്ലാറ്റ് ബോൺസിനെ കുറിച്ച് എനിക്കൊന്ന് ആധികാരികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് ഫ്ലാറ്റ് ബോൺസ് കാണുക? വെയർ പ്രൊട്ടക്ഷൻ ഈസ് നീഡഡ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ ആരൊക്കെ കൊടുക്കുന്നേ? സ്കള്ള് കൊടുക്കുന്നുണ്ടല്ലേ? സ്കള്ള് ആർക്ക് കൊടുക്കുന്നുണ്ട്? തലച്ചോറിന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ അതിൻ്റെ ഒരു രൂപം നോക്കിയാൽ മതി മക്കളെ. രൂപം നോക്കിയാൽ മതി. ഫ്ലാറ്റ് ബോണിൻ്റെ രൂപം നോക്കിയാൽ എന്താണ്? അപ്പുറവും ഇപ്പുറവും 2 ഡെൻസ് ലെയറും നടുക്ക് ഒരു സ്പോഞ്ചി ബോൺ ലെയറും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ കടിച്ചു പൊട്ടിച്ചാൽ അതിനകത്ത് മജ്ജ ഉണ്ടായിരിക്കും സാരം. അപ്പോൾ നോക്ക, കയ്യിലും കാലിലും വേറെ ഒന്നുമില്ല നേരത്തെ പറഞ്ഞു, പക്ഷേ ക്ഷമിക്കണം കേട്ടോ. ഈ ഗിർഡിൽസ് ഫ്ലാറ്റ് ബോണിന് എക്സാമ്പിൾ ആണ്, മറന്നുപോലെ, സോറി. ഞാനത് കയ്യിലും കാലിലും എക്സ്ട്രിമിറ്റീസ് എടുക്കുമ്പോഴത്തേക്കും ഗിർഡിൽസ് ഒഴിച്ചു നിർത്താങ്ങൾ. ഗിർഡിൽസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ലോങ് ബോൺസും ഷോർട്ട് ബോൺസും ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ 2 സെസമോയിഡ് ഒഴികെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതാണ് ഫ്ലാറ്റ് ബോൺസ് അല്ലേ? ഫ്ലാറ്റ് ബോൺസ് നമുക്ക് അടുത്ത പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഭാഗം ആരാടാ? ഈ ഭാഗം അല്ലേ? ആരാണ് പറ? നമ്മുടെ റിബ് കേജ്. റിബ് കേജിൽ നോക്ക് ആരൊക്കെയാണ്? ഒന്ന് സ്റ്റേണമുണ്ട്. സ്റ്റേണം ഇസ് എ ഫ്ലാറ്റ് ബോൺ അല്ലേ? ബ്രസ്റ്റ് ബോൺ എന്ന് വിളിക്കുന്നു നമ്മുടെ നെഞ്ചിലുള്ള സ്റ്റേണം അല്ലേ? അതുപോലെ റിബ്സ് ഉണ്ട്, 24 റിബ്സ് ഉണ്ട് റിബ് കേജ്. അതുപോലെ സ്കള്ള് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സാധനമാണ് അല്ലേ? സ്കള്ളിൽ എന്തൊക്കെയുണ്ട്? ഫ്രോണ്ടൽ ബോൺ, പരൈറ്റൽ ബോൺ, ഓക്സിപിറ്റൽ ബോൺ, നേസൽ, ലാക്രിമൽ, വോമർ അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ സ്കാപ്പുല, ഷോൾഡർ ബ്ലേഡ്. ഇനിയുണ്ട് എന്ത്? ഈ പറഞ്ഞ ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ് ചേർന്ന് നമ്മുടെ പെൽവിക് ഗിഡിലും എന്താണ്? ഫ്ലാറ്റ് ബോൺ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേടാ? അവിടെയും ഉണ്ട് പ്രൊട്ടക്ഷൻ. അതും എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്തിന്? ജെനിറ്റൽ ഓർഗൻസിനെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ പറഞ്ഞ പെൽവിക് ഗിഡിലാണ്. ഓക്കെ, അപ്പോൾ സംഭവം ഇന്നത്തെ വേറെ വിഷയമൊന്നുമില്ല. എന്താണ് സംഗതി മനസ്സിലായി? കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഈ സാധനം എന്താണെന്നുള്ളത്. ലോങ് എന്താണെന്ന് നമുക്കറിയാം, ഏതൊക്കെ എക്സാമ്പിൾ നമുക്കറിയാം. ഷോർട്ട് ഏതൊക്കെയാണ് എക്സാമ്പിൾ നമുക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന സാധനം എന്താണ് നമ്മുടെ പറഞ്ഞുതരാം. ഇത് ഒന്നും കൂടെ പറയുമ്പോൾ വളരെ ക്ലിയർ ആവും നിങ്ങൾക്ക്.
സെസമോയിഡ് ബോൺസ് ഇത്രയേ ഉള്ളൂ. സെസമോയിഡ് ബോൺസ് ആർ ഡെവലപ്ഡ് ഇൻ ദ ടെൻഡൻസ് ഓഫ് മസിൽസ് ആൻഡ് ഫൗണ്ട് ഇൻ ദ വിൻസിനിറ്റി ഓഫ് എ ജോയിന്റ്. പാറ്റല്ല ഈസ് ദ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പാറ്റലിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. എന്താണ് ഇത് ശരിക്കും കാണപ്പെടുന്നത് എവിടെയാണ്? മസിൽസിൻ്റെ ടെൻഡൻസിലാണ് കാണപ്പെടുന്നത്. ടെൻഡൻസിൽ എംബഡ് ചെയ്ത രീതിയിലാണ് ഇത് കാണപ്പെടുക. ഓക്കെ, ടെൻഡൻസിൽ എംബഡ് ചെയ്ത രീതിയിൽ. അതായത് സെസമോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഈ ബോൺസ് ഇതിന് എന്താ പറയുക, ഇതിന് നമുക്ക് മറ്റുള്ള ബോൺസുമായിട്ട് ആർട്ടിക്കുലേഷൻ താരതമ്യേന ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പിന്നെ ഇവിടെ നമുക്ക് നോക്കാം, മൊത്തം 4 സെസമോയിഡ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് പല പുസ്തകത്തിലും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല. ചില പുസ്തകങ്ങളിൽ സെസമോയിഡിനെ കുറിച്ച് കൂടുതൽ വിശാലമായിട്ട് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സെസമോയിഡ് ബോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എവിടെയാണോ പ്രഷർ കൂടുതൽ കിട്ടുക, പ്രഷർ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളൂ, എവിടെയാണോ പ്രൊട്ടക്ഷൻ വേണ്ടത്, അവിടെയൊക്കെ ഈ സെസമോയിഡ് കാണാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഭാഗത്ത്, അതായത് ഈ ഒരു ജോയിന്റിൽ അവിടെ സെസമോയിഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പലത്ത് പറയാം, എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാവണം നിർബന്ധമില്ല. മനസ്സിലായ? അതായത് 6 മുതൽ 8 മുകളിലോട്ട് സെസമോയിഡ് പോയിന്റ്സ് ഉള്ള ശരീരങ്ങളുണ്ട്. പക്ഷേ നിർബന്ധമായിട്ട് നമുക്ക് ഈ 4 ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെയും ശരീരത്തിൽ ഈ പറഞ്ഞ എക്സ്ട്രാ സെസമോയിഡ്സ് ഡെവലപ്പ് ചെയ്യണം നിർബന്ധമില്ല. ഇനി സാധാരണ സെസമോയിഡ് എക്സ്ട്രാ കാണപ്പെടുന്ന ഭാഗം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ തള്ളവിരലില്ലേ മക്കളെ, ഈ തള്ളവിരൽ കാലിൻ്റെ ഈ തള്ളവിരലിൻ്റെ നമ്മൾ ആ ലാൻഡ് ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെ ഒരു സെസമോയിഡ് പലർക്കും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ലെഫ്റ്റ് ഹാൻഡിലുണ്ടെങ്കിൽ ആ ആൾക്ക് റൈറ്റ് ഹാൻഡിൽ സെസമോയിഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. എന്തായാലും സെസമി സീഡ്സിൻ്റെ രൂപത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പി ഷേപ്പ്ഡ് ആയിട്ടിരിക്കുന്ന ബോൺസ് ആയതുകൊണ്ട് അതിനെ സെസമോയിഡ് ബോൺസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? മസിൽസിൻ്റെ ടെൻഡൻസിലാണ് കാണപ്പെടുന്നത്. ഇൻ ദ വിൻസിനിറ്റി ഓഫ് എ ജോയിന്റ്, മിക്കവാറും കൂടുതൽ പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരു ജോയിന്റിലായിരിക്കും ഇത് കാണപ്പെടുക. ഇതെന്താ, നമ്മൾ കൈകുത്തി വീഴുമ്പോഴത്തേക്കും എന്താ ഈ ഭാഗമല്ലേ ഇട തറയിടിക്കുന്നത്, മുട്ടുകുത്തി വീഴുമ്പോഴത്തേക്കും മുട്ടിന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സെസമോയിഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വെച്ചിരിക്കുന്ന ബോൺസ് ആണ് എന്ത്? സെസമോയിഡ് ബോൺസ്. ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ടുള്ള എന്താണ്? കാർപ്പൽ ബോൺസിൽ കാണപ്പെടുന്ന പിസിഫോം ബോൺസ് അല്ലേ. എന്താണ് കാർപ്പൽ എന്ന് പറയുമ്പോഴത്തേക്കും? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ്, ലൈക്ക് 2 റോയിൽ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ബോൺസ് ആണ്. അതിൽ ഒരു സൈഡിലുള്ള ഒന്നിനെ ഏറ്റവും ഈ എൻഡിലുള്ള ഒരെണ്ണത്തിന് നമ്മൾ എന്തായിട്ട് സെസമോയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. കാരണം എന്താ? അത് നമ്മുടെ എന്താണ് ബോൺ ഫോർമേഷനിൽ, ഒരു ബേബിയുടെ ബോൺ ഫോർമേഷനിൽ ഏറ്റവും അവസാനം രൂപം കൊള്ളുന്ന ഒരു ബോണാണ് എന്ത്? ഈ പറഞ്ഞ പിസിഫോൺ ബോണ്. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മസ്കുലർ ടെൻഡനുമായിട്ട് തന്നെയാണ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പിസിഫോൺ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ 2 കയ്യിലും ഉണ്ട്, 2 കാലിലും ഉണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഈ 4 വന്ന് സെസമോയിഡിനെ കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എടാ, നമുക്ക് 206 ബോണെന്ന് ഞാൻ പറയുന്നില്ലേ? എല്ലാവരും പറയുന്നു അഡൽറ്റ് മനുഷ്യനിൽ എത്ര 206 ബോണുണ്ട്. 206 ആവണം നിർബന്ധമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ സെസമോയിഡ് കൂടുതലുണ്ടെങ്കിൽ എണ്ണം കൂടി പോകും. പക്ഷേ കോമൺ ആയിട്ട് കാണപ്പെടുന്ന എണ്ണമാണ് പറയുന്നത് 206 ബോൺസ്. ഓക്കെ, അപ്പോൾ എന്താ? പിസിഫോം 2 അത് കാർപ്പൽസിലാണ് കാണപ്പെടുന്നത്. പാറ്റല്ല 2 അത് നീ ക്യാപ്പിലാണ് കാണപ്പെടുന്നത്, മറന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സെസമോയിഡ് ബോൺസ്. അപ്പോൾ കയ്യിലും കാലിലുമുള്ള സെസമോയിഡ് പഠിച്ചു. അപ്പോൾ ഗിർഡിലെടുത്താൽ ഇനി എന്തൊക്കെയാണ് ഉള്ളത് മക്കൾ? 4 സെസമോയിഡും ബാക്കി ഷോർട്ട് ബോൺസ് കയ്യിലും, അതുപോലെ ഇവിടെ ഷോർട്ട് ബോൺസ്, ബാക്കിയെല്ലാം ലോങ് ബോൺസ്, മറന്നില്ല. ഗിർഡിലെടുത്താൽ അവിടെ ഫ്ലാറ്റ് ബോൺസ് ഉണ്ട്, നമുക്കറിയാം. ഇനി എന്താ വരുന്നത്? ഇറഗുലാർ ബോൺ. ഇറഗുലാർ ബോൺസ് ആർ ദോസ് വിച്ച് വി കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ എനി അതർ ക്ലാസിഫിക്കേഷൻ. അത്രേ ഉള്ളൂ. വെർട്ടിബ്രേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഞാൻ ചരിച്ചു വെച്ചേക്കാം കേട്ടോ. വെർട്ടിബ്രേ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്പൈനസ് പ്രോസസ് ഉണ്ട്. സോറി, ഒന്നുകൂടെ വരയ്ക്കാം. ഒരു സ്പൈനസ് പ്രോസസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ വന്നിട്ട് വിങ് അല്ലെങ്കിൽ ആല ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ലോഡ്ജ്മെൻ്റുള്ള സാധനം ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ സൈഡ് വേണ്ട. ഇതിപ്പോൾ ഇങ്ങോട്ടുള്ള പ്രോസസ് നിങ്ങൾ കണ്ടു. ഇതാണ് ഈ പ്രോസസ്സ്. ഇത് സ്പൈനസ് പ്രോസസ്സ്. അങ്ങനെ ഇരിക്കും. ഇതാണ് വെർട്ടിബ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ ഏതെങ്കിലും ലോങ് എന്നാ ഷോർട്ട് എന്നാ എന്തിലെങ്കിലും പെടുത്താൻ പറ്റുമോ? ഇല്ലല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ 3D വർക്ക് ചെയ്യാത്ത ഒരു ഇത് PPT ആയിപ്പോയി. അല്ലെങ്കിൽ അതെല്ലാം 3D ആയിട്ട് വെച്ചിരുന്നത്. എനിക്ക് തിരിച്ച് മുറിച്ചാൽ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഇറഗുലാർ ബോൺസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ബോൺസിനും എക്സാമ്പിൾ ആയില്ലേ മക്കളെ? എല്ലാ ബോൺസും ആയില്ലേ? ഇറഗുലർ ബോൺസ് എല്ലാം ആയില്ലേ? ആയി. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ടും ഷേപ്പ് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഷേപ്പിൽ വെച്ച് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതിനൊന്നും അവർ ചോദിക്കത്തില്ല. അതായത് പെട്രസ് ടെമ്പറൽ ഏതിൽ പെടുന്നു ചോദിക്കില്ല. പെട്രസ് ടെമ്പറൽ നമ്മുടെ ഇതിനകത്തുള്ള ഒരു ബോണാണ്, അതിനെ പ്രത്യേകിച്ച് ഇതിൽ പെടുത്താനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊന്നും ചോദിക്കില്ല. ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും പഠിപ്പിച്ചതും മീൻസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷേപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഒന്നുകൂടെ നമുക്ക് നോക്കി വരാം മക്കളെ, ഒന്നുകൂടെ നോക്കാം. എന്താണ് ലോങ് ബോൺസ് എന്നാൽ നമുക്കറിയാം, ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, 2 എക്സ്ട്രിമിറ്റി ഉണ്ടായിരിക്കും അല്ലേ. കയ്യിലും കാലിലുമുള്ള ബോൺസാണ് പ്രധാനമായിട്ടും വരിക. അതുപോലെ പിന്നെ ഷോർട്ട് ബോൺസ് കയ്യിലെ മണിബന്ധത്തിലും കാലിൻ്റെ കുഴയിലും കാണപ്പെടുന്ന ബോൺസാണ് അല്ലേ, ഒരു ചതുരക്കട്ട പോലെ കാണപ്പെടുന്ന ഷോർട്ട് ബോൺസ്. പിന്നെ വരുന്ന ഫ്ലാറ്റ് ബോൺസ് എന്താണ്? ഫ്ലാറ്റ് ബോൺസ് എന്താ മക്കളെ? ഫ്ലാറ്റ് ബോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലും കാണപ്പെടുക. അതുപോലെ മസിൽസിനെ അറ്റാച്ച് ചെയ്യാനുള്ള സർഫസ് കൊടുക്കുന്നു അവർ. അതുപോലെ 2 ഡെൻസ് ടിഷ്യൂ ഉണ്ടായിരിക്കും, അതിൻ്റെ ഇടയിൽ ഒരു സർഫസിൽ സ്പോഞ്ചി ടിഷ്യൂ ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ നമുക്ക് പിടിച്ചാൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റും. ഇതാണ് എക്സാമ്പിൾസ് എല്ലാം. ബാക്കി എല്ലാം നിങ്ങൾക്ക് അറിയാം. ചുമ്മാ ഈ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കിട്ടും. സെസമി സീഡിൻ്റെ ആകൃതി കാണപ്പെടുന്ന സാധനമാണ് അല്ലേ. അതുപോലെ സാധാരണ 4 സെസമോയിഡാണ് ഉള്ളത്. അത് 2 പാറ്റല്ല, നീ ക്യാപ്പ്. ലാർജസ്റ്റ് സെസമോയിഡ് എന്ന പാറ്റലാണ്, മറന്നുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പിസിഫോം കാർപ്പൽ ബോൺസ് ആണ് അല്ലേ. അങ്ങനെ 2 സെസമോയിഡ് ഉണ്ട്. പിന്നെ സെസമോയിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ അല്ലാത്തതുകൊണ്ട് അത് എണ്ണപ്പെടാറില്ല. ഇനി വരുന്ന ഇറഗുലാർ ബോൺസ് മറ്റുള്ള ഒന്നിലും പെടുത്താൻ പറ്റാത്ത ബോൺസിനാണ് എന്ത് പറയുക? ഇറഗുലാർ ബോൺസ് എന്ന് വിളിക്കുക. അതിന് ഉദാഹരണം എന്താണ്? വെർട്ടിബ്രേ ആണ് ഉദാഹരണം അല്ലേ, വെർട്ടിബ്രേ. ഓക്കെ, അപ്പോൾ ക്ലാവിക്കിൾ എന്താ? ക്ലാവിക്കിൾ ഈസ് എ ലോങ് ബോൺ ആണ് കേട്ടോ. ക്ലാവിക്കിൾ മറന്നുപോകണ്ട. ഈ കാണുന്ന ക്ലാവിക്കിൾ ഒരു ലോങ് ബോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം മക്കളെ, നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ മസ്കുലർ സ്കെൽറ്റൽ സിസ്റ്റം? താഴെ പറയുന്നതിൽ മസ്കുലർ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? മൂവ്മെന്റ് ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റേണൽ ഓർഗൻസ് ആണ്, ബ്ലഡ് സെൽ പ്രൊട്ടക്ഷൻ ആണ്, ഇലക്ട്രിക് ഇമ്പൾസ് ജനറേഷൻ അല്ലല്ലേ. അത് നമ്മുടെ ഹാർട്ടിലാണ് നടക്കുക, ഹാർട്ടിലും ബ്രെയിനിലേക്ക് കിടക്കുന്ന ഭാഗമാണ്. അതുപോലെ വെയർ ഡസ് ഹിമറ്റോപോയസ് പ്രൈമറിലി ഒക്കാർ? എന്താണ്? ഇൻ ദ ഡയാഫൈസ് ഓഫ് ലോങ് ബോൺസ് ആണോ? അല്ല. ഇൻസൈഡ് ദ എപ്പിഫൈസ് കണ്ടെയ്നിങ് സ്പോഞ്ചി ബോൺ ടിഷ്യൂ, അതാണ് ഉത്തരം അല്ലേ. സ്പോഞ്ചി ബോൺ ടിഷ്യൂലാണ് എന്ത്? റെഡ് മാരോ ഉള്ളത് അല്ലേ. ഓക്കെ, മറന്നുപോലെ ഒന്ന് ഓർത്തെടുക്കണേ. എല്ലാവരും ഉത്തരം പറയണേ, ഉറച്ചു വിളിച്ച് പറയണേ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ ഈ പരീക്ഷ 2-3 തവണ റിപ്പീറ്റ് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിൽ പതിയത്തുള്ളൂ. അങ്ങനെ പതിഞ്ഞാൽ മാത്രം മതി, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടും കേട്ടോ. വേണമെങ്കിൽ ക്ലാസ് ഒരു പ്രാവശ്യം കണ്ടു, കുഴപ്പമില്ല. വാട്ട് ഡു ലിഗമെന്റ്സ് കണക്ട്? ലിഗമെന്റ്സ് എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? നമുക്ക് ബോൺസ് ലവ് ബോൺസ് അല്ലേ. ബോൺസ് ലൈക്സ്. അപ്പോൾ ബോൺസിനെ ടു ബോൺസ് ആണ് കണക്ട് ചെയ്യുന്നത് അല്ലേ, സംശയമില്ല. ബി ആണ് ലിഗമെന്റ്സ്. ഓക്കെ, അതുപോലെ നോക്കാം. ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ബോൺ മെയ്ഡ് അപ്പ് ഓഫ് ഡെൻസ് കോമ്പാക്ട് ബോൺ ടിഷ്യൂ ഇസ് കാൾഡ് എന്താണ്? കോർട്ടെക്സ് എന്നാ വിളിക്കുക അല്ലേ, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുപോലെ എന്താ വിളിക്കുക? അടുത്തത്, വിച്ച് ബോൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ആക്സിയൽ സ്കെൽട്ടൻ? ആക്സിയൽ സ്കെൽട്ടന്റെ ഭാഗമല്ലാത്തത് സ്റ്റേണം ആണ്, ഫീമർ അല്ല. ഒറ്റ ഉത്തരം അല്ലേ. സ്കള്ള് വെർട്ടിബ്ര എല്ലാം അതിന്റെ ഭാഗമാണ്, ഫീമർ അല്ല. ഓക്കെ, അതുപോലെ നോക്കാം. ഹൗ മെനി ബോൺസ് ഫോം ദ വെർട്ടിബ്രൽ കോളം? വെർട്ടിബ്രൽ കോളത്തിൽ എത്ര ബോൺസ് ഉണ്ടാ? 26 ബോൺസ് ആണ് വെർട്ടിബ്രൽ കോളത്തിലുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് സെസമോയിഡ് ബോൺ? ഏതാ? വളരെ സിമ്പിൾ ഉത്തരം, പാറ്റല്ല. നിങ്ങൾ എല്ലാ ഉത്തരം പറയാൻ എനിക്കറിയാം, സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ? ബ്ലാസ്റ്റ് എന്താണ്? ഫോമിങ് ന്യൂ ബോൺ. ഒരു സംശയമില്ല കാര്യത്തിൽ അല്ലേ. ഉറച്ചു പറ, ഉത്തരം പറ. നിങ്ങൾ ഉത്തരം വിളിച്ചു പറയണേ. വീട്ടുകാർ എന്ത് കഴിക്കുന്നത് വിചാരിക്കണം, അങ്ങ് വിളിച്ചു പറ. വാട്ട് ഡു ടെൻഡൻസ് കണക്ട്? ടെൻഡൻസ് ബോൺസ് ലൈക്സ് ബോൺസ് ആണ്. അപ്പോൾ ടെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്വിലീസ് ടെൻഡൻ ഓർക്കണം. അപ്പോൾ മസിലിനെ ബോണിലേക്ക് കണക്ട് ചെയ്യുന്ന സാധനമാണ് അല്ലേ, മസിൽ ടു ബോൺ, അതാണ് ടെൻഡൻസ്. ഫൈൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓസ്റ്റിയോസൈറ്റ്? ഓസ്റ്റിയോസൈറ്റിന്റെ ഫംഗ്ഷൻ. ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബോണിലുള്ള മോസ്റ്റ് കോമൺ സെല്ലിന് അല്ലേ. സെക്രീറ്റ് ബോൺ മാട്രിക്സ് ആണോ? അല്ല. ഡിസോൾവിങ് ബോൺ ടിഷ്യൂ ആണോ? അല്ല. മോണിറ്ററിങ് ചേഞ്ചസ് ഇൻ ബോൺ സ്ട്രെസ് അല്ലേ. യെസ് അല്ലേ. ഓക്കെ, അതാണ് സംഭവം. എന്താണ്? സ്ട്രെസ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റമായിട്ടാണ് അവർ പ്രവർത്തിക്കുക. അതുപോലെ വാട്ട് ടൈപ്പ് ഓഫ് ബോൺ ഈസ് ഫീമർ? ഫീമർ എന്താ? ലോങ് ബോൺ ആണ്. കണ്ണും പൂട്ടി ഉത്തരം പറയാം അല്ലേ. യെസ്. അതുപോലെ ഓസ്റ്റിയോക്ലാസ്റ്റ് ആർ നോൺ ഫോർ? ഓസ്റ്റിയോക്ലാസ്റ്റ് എന്താണ്? ബോൺ റിസോർപ്ഷൻ അല്ലേ. ക്ലാസ്റ്റിക് ഓസ്റ്റിയോക്ലാസ്റ്റ് റിസോർപ്ഷൻ അല്ലേ, മറക്കൂല. അതുപോലെ ഓസ്റ്റിയോജെനിക് സെൽസ് ആർ പ്രിക്കോസർ ടു എന്താ? ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ പ്രിക്കോസർ ആണ് ആര്? ഓസ്റ്റിയോജെനിക് സെൽസ് അല്ലേ.
അതുപോലെ വിച്ച് ബോൺസ് ആർ പാർട്ട് ഓഫ് പെക്ടറൽ ഗിർഡിൽ, പെൽവിക് ഗിർഡിലും ഉണ്ട്, പെക്ടറൽ ഗിർഡിലും ഉണ്ട്. ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല പെക്ടറൽ ഗിർഡിൽ. യെസ്, വെരി ഗുഡ്. ഇന്നോമിനേറ്റ് ബോൺസ് എന്ന് പറഞ്ഞാൽ പെൽവിക് ഗിർഡിൽ. ഫൈൻ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. അതുപോലെ എന്താണ്, ഹൗ മെനി റിബ്സ് ഡസ് ദ ഹ്യൂമൻ ബോഡി ടിപ്പിക്കലി ഹാവ്? എത്ര? 24 റിബ്സ് ഉണ്ട് കേട്ടോ. എത്ര? 24 റിബ്സ് ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ പഠിക്കാനുണ്ട്. എത്ര ഫ്ലോട്ടിംഗ് ഉണ്ട്, എത്ര ട്രൂ റിബ്സ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ ദ മെറ്റാഫൈസിസ് ഓഫ് ബോൺ കണ്ടെയ്ൻസ്, അല്ലെ, മെറ്റാഫൈസിൽ എന്താ ഉള്ള മക്കളെ? മെറ്റാഫൈസിൽ എപ്പിഫൈസ് ഉണ്ട്, മെറ്റാഫൈസിൽ ഉണ്ട്. മെറ്റാഫൈസിൽ എന്താണ്? എപ്പിഫൈസിൽ പ്ലേറ്റാ കാണപ്പെടുന്നത്, അല്ലേ? ഡയാഫൈസസ് എന്താണ്? നീളമുള്ള ഭാഗം. ഫൈൻ. എന്താണ്? എപ്പിഫൈസിൽ പ്ലേറ്റ് കാണപ്പെടുന്നത് മെറ്റാഫൈസിലാണ്, മറന്നുപോയില്ലല്ലോ. ഓക്കെ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൺ ഈസ് കൺസിഡേർഡ് എ ഫ്ലാറ്റ് ബോൺ? റേഡിയസ് അല്ല. സ്റ്റേണം ഈസ് എ ഫ്ലാറ്റ് ബോൺ. ഫീമർ ആണോ? അല്ല. പാറ്റല്ല ഈസ് എ സെസമോയിഡ് ബോൺ. ഫൈൻ. അപ്പോൾ എന്താണ്? സ്റ്റേണം ആണ് അതിന്റെ ഉത്തരം. ഓക്കെ. അതുപോലെ കാർട്ടിലേജ് ഈസ് നോൺ ഫോർ ബീയിങ് റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ അല്ല, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്, അല്ലേ? യെസ്, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് കാർട്ടിലേജ്. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി സൈറ്റ് ഓഫ് റെഡ് ബോൺ മാരോ ഇൻ അഡൽട്സ്? ഏതാണ്? എപ്പിഫൈസിസ് ഓഫ് ലോങ് ബോൺസ് ആണ്, അല്ലേ? എന്താണ്? എപ്പിഫൈസിസ് ഓഫ് ലോങ് ബോൺസിലാണ് റെഡ് ബോൺ മാരോ ഉള്ളത്. നമ്മൾ ഇറച്ചി കടയിൽ ചെന്നിട്ട് മീറ്റ് എന്തെങ്കിലും നല്ല എല്ലുതാ ചേട്ടാന്ന് പറഞ്ഞാൽ അവർ വെട്ടിയിടുന്ന അതിൻ്റെ എപ്പിഫൈസാണ് വെട്ടി ചെത്തി തരുന്നത്, അല്ലേ? മറന്നുമല്ലേ? ഓക്കെ. ഇനി നോക്കാം. ദ പ്രോസസ് ഓഫ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ഇൻ ബോൺ മാരോ ഈസ് കോൾഡ്, എന്താ പറയുന്ന? ഹിമാറ്റോ പൊയസിസ് എന്നാ വിളിക്കുക, അല്ലേ? ഹിമാറ്റോ പൊയസിസ് എന്ന് വിളിക്കാം. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൺസ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻ ഇറഗുലർ ബോൺ? ഏതാ? ഇറഗുലർ വെർട്ടിബ്രേ. വെരി സിമ്പിൾ, അല്ലേ? അതുപോലെ ഹൗ മെനി ഫലാഞ്ചസ് ആർ പ്രസന്റ് ഇൻ എ സിംഗിൾ ഹ്യൂമൻ ഹാൻഡ്? ഫലാഞ്ചസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ്, അല്ലേ? ചുമ്മാ എണ്ണി നോക്കി സമയം കളയണോ? എത്ര മക്കളെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14. യെസ്, 14 എണ്ണം ഉണ്ടല്ലേ? ഒരു ഹാൻഡാ ചോദിച്ചേക്കണേ, 2 ഹാൻഡ് അല്ല കേട്ടോ, 14 എണ്ണം. അപ്പോൾ അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഫംഗ്ഷൻ ഓഫ് കാർട്ടിലേജ് ഇൻ ദ സ്കെൽറ്റൽ സിസ്റ്റം? കാർട്ടിലേജ് എന്താ? കാർട്ടിലേജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? ടു അറ്റാച്ച് മസിൽ അല്ല, ടു ഫോം ദ മെയിൻ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് അല്ല, ടു പ്രൊട്ടക്ട് ജോയിന്റ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് സ്മൂത്ത് മൂവ്മെന്റ്. കാർട്ടിലേജ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, അല്ലേ? എവിടെ? ആ ജോയിന്റ്സിന് ഇടയ്ക്ക് നിങ്ങൾ കാർട്ടിലേജ് കണ്ടില്ലേടാ? കണ്ടു. യെസ്, അങ്ങനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ നോക്കാം. ദ ഹയോയിഡ് ബോൺ ഈസ് യൂണീക്ക് ബിക്കോസ്. ഹയോയിഡ് ബോണിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തന്നില്ല. ഹയോയിഡ് ബോൺ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ക്ലാസ് ഞാൻ ടങ്ക് പഠിച്ച ഹയോയിഡ് ബോൺ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹയോയിഡ് ബോൺ ഇവിടെ കാണപ്പെടുന്ന ഒരു ബോണാണ്. പ്രത്യേകിച്ച് വേറെ ബോണുമായിട്ടൊന്നും അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. നാക്കൊക്കെ അതുമായിട്ടാണ് വലിച്ചു കെട്ടി വെച്ചേക്കുന്നത്, അല്ലേ? എന്താണ്? ഇറ്റ്സ് ദ ഓൺലി ബോൺ ദാറ്റ് ഡസ് നോട്ട് ആർട്ടിക്കുലേറ്റ് വിത്ത് അതർ ബോൺസ്, അല്ലേ? എന്നാ ചോദിക്കും, നമ്മുടെ ഈ പറഞ്ഞ പാറ്റലിലേക്കും അല്ലെങ്കിൽ സസമോയിഡ് ആർട്ടിക്കുലേഷൻ ഉണ്ടാ? ആർട്ടിക്കുലേഷൻ ഇല്ലെങ്കിൽ കൂടിയും അടുത്തായിരിക്കുന്നത്, അല്ലേ? മറ്റ് ബോൺസിന്റെ അടുത്തായി ഇവർ കയറി ഇരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ അവർക്കുണ്ട്. ആ ബോൺസിനും ആ ജോയിന്റ്സിനൊന്നും കേടുകൂടാതെ സംരക്ഷിക്കാവുന്ന ഒരു ഫംഗ്ഷൻ ആർക്കുണ്ട്? സെസമോയിഡ്സിനും ഉണ്ട്. പക്ഷേ ഇവ അങ്ങനെയല്ല, ഇതാ ഈ ഭാഗത്തായിരിക്കുന്നത്, അല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിഗമെന്റ്സ് ഈസ് ക്രൂഷ്യൽ ഫോർ നീ ജോയിന്റ് സ്റ്റെബിലിറ്റി? ന്യൂ ജോയിന്റ് സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ലിഗമെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് ആണ്, ACL കേട്ടോ. ACL അത് നമുക്ക് മസ്കുലർ സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരും കേട്ടോ, ACL. ഓക്കെ. അതുപോലെ ഇൻ അഡൽട്സ് യെല്ലോ ബോൺമാരോ പ്രൈമർലി ഫങ്ഷൻസ് ടു. യെല്ലോ ബോൺമാർ ഫംഗ്ഷൻ എന്താണ്? സ്റ്റോർ ഫാറ്റ് സ്റ്റോർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? പോത്തുംകാല് തട്ടുമ്പോഴത്തേക്ക് അകത്തുനിന്ന് വരുന്ന ഫാറ്റ് തന്നെയാണ്. യെസ്, അത്രയേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ പിന്നെ നോക്കാം അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് ബ്രേക്ക് ഡൗൺ ബോൺ ടിഷ്യൂ. ഓസ്റ്റിയോബ്ലാസ്റ്റ് ഡസന്റ് ബ്രേക്ക് ഡൗൺ ബോൺ ടിഷ്യൂ, ദേ ക്രിയേറ്റ് ബോൺ ടിഷ്യൂ. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ, അല്ലേ? അതുപോലെ ദ ആക്സിയൽ സ്കെൽട്ടൽ ഇൻക്ലൂഡ്സ് എ സ്കൾ, വെർട്ടിബ്രൽ കോളം ആൻഡ് റിബ് കേജ്. ആക്സിയൽ സ്കെൽട്ടത്തിൽ എന്തൊക്കെയുണ്ട്? സ്കള്ളുണ്ട്, ഉറപ്പാണ്. വെർട്ടിബ്രൽ കോളം ഉണ്ട്, ഉറപ്പാണ്. റിബ് കേജ് ഉണ്ട്, അതൊക്കെ ഉണ്ട്, ശരിയാണ്. അതുപോലെ ലിഗമെന്റ്സ് കണക്ട് മസിൽസ് ടു ബോൺ. അല്ല, ലിഗമെന്റ്സ് എന്താണ്? ബോൺസ് ലൈക്സ് ബോൺസ്, അല്ലേ? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ശരിയായത് എടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? D ആണ് ഉത്തരം, അല്ലേ? ഇങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതണം കേട്ടോ. ഇങ്ങനെ ഉത്തരം എഴുതണം. എഴുതാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇനി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ശരിയായതാ ചോദിച്ചിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ അവസാനം നോക്കിയാൽ നിങ്ങൾ. അതിന് മുന്നേ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കണം. ദ പാറ്റല ഈസ് എ ടൈപ്പ് ഓഫ് സെസമോയിഡ് ബോൺ. ശരിയാണ്. പാറ്റല എന്ന് പറയുമ്പോൾ സെസമോയിഡ് ബോൺ ആണ്, ശരിയാണ്, അല്ലേ? ആൾ ബോൺസ് ഇൻ ദ ഹ്യൂമൻ ബോഡി ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ഈച്ച് അതർ. നോ, തെറ്റാണ്, അല്ലേ? എല്ലാ ഹ്യൂമൻ ബോൺസും ഡയറക്ട്ലി കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ ദ ഹ്യൂമൻ അഡൾട്ട് സ്കെൽട്ടൺ ടിപ്പിക്കലി കണ്ടെയ്ൻസ് 206 ബോൺസ്. യെസ്, അതും ശരിയായ പ്രസ്താവനയാണ്, അല്ലേ? അഡൾട്ട് സ്കെൽട്ടണിന്
നമ്മൾ ടിപ്പിക്കലി 206 ബോൺസ് ആണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ശരിയായവ ഏവക്ക? 1, 3 ഓപ്ഷൻ ഉണ്ടോ മക്കളെ? ഉണ്ട്. സി ആണ് ഉത്തരം അല്ലേ? സി സി ആണ് കേട്ടോ. ഇവിടെ ബി എന്ന് കേട്ടോ 1 and 3 തന്നെയാണ്. ഇവിടെ സി ആണ് ഉത്തരമായിട്ട് വരിക. ഈ ഓപ്ഷൻ മാത്രം മാറിപ്പോയി. 1 and 3. ഓക്കെ, ബി 2 and 3 എന്നിൽ ഇട്ടേക്കണം. ഓക്കെ ഫൈൻ, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായ അത് ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹിമാറ്റോപോയിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ആൻഡ് ഒക്കേഴ്സ് ഇൻ ദ സ്പ്ലീൻ. തെറ്റാണ് അല്ലേ? ഹിമാറ്റോപോയിസിസ് സ്പ്ലീനിലല്ല. സ്പ്ലീൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രേവ് യാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്ന സംഗതിയാണ് സ്പ്ലീൻ അല്ലേ? ഓക്കെ, അതുപോലെ കാർട്ടിലേജ് ഈസ് എ ടൈപ്പ് ഓഫ് ഹാർഡ് റിജിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഹാർഡ് റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആയ സാധനമാണ് കാർട്ടിലേജ്. ഓസ്റ്റിയോക്ലാസ്റ്റ് ആർ സെൽസ് ദാറ്റ് ഹെൽപ്പ് ടു ഹീൽ ബ്രോക്കൺ ബോൺസ് ബൈ ഫോമിങ് ന്യൂ. ഓസ്റ്റിയോക്ലാസ്റ്റ് അങ്ങനെയല്ല, അവ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രോക്കൺ ബോൺസിനകത്തുള്ള സെൽസിനെ റിസോർപ്ഷൻ ചെയ്യാതെ നല്ല പുതിയ ബോൺ ടിഷ്യൂ ഉണ്ടാക്കുന്ന ഓസ്റ്റിയോക്ലാസ്റ്റ് അല്ല, ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഇൻകറക്റ്റ്? ഏതൊക്കെ? ഡി ആൾ ആർ ഇൻകറക്റ്റ് ആണ് ഉത്തരം. ശരിയായ ഉത്തരമില്ല. അപ്പോൾ തെറ്റായ ഏതൊക്കെ നോക്കി 3 തെറ്റാണ്. അപ്പോൾ എന്താ? ഡി ആൾ ആർ ഇൻകറക്റ്റ്. ഇനി നോക്കാം. വിച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. ദ അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ ഇൻക്ലൂഡ്സ് ദ ബോൺസ് ഓഫ് ദ പെൽവിസ് ആൻഡ് ഷോൾഡർ ഗിൽഡ്സ്. അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ includes the bones of the pelvis and shoulder girdles. പെൽവിക് ബോൺ അപ്പൻഡിക്കുലാർ സ്കെൽട്ടൽ സിസ്റ്റത്തിൽ ഉള്ളതാണ്. ഷോൾഡർ ഗിൽഡിലുള്ളതും എന്താണ്? അപ്പൻഡിക്കുലാർ സ്കെൽട്ടൽ സിസ്റ്റത്തിൽ ഉള്ളതാണ്. ശരിയാണ്. ഇത് മാത്രമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ യെല്ലോ ബോൺ മാരോ ഈസ് ഫൗണ്ട് ഇൻ ദ ഡയാഫൈസിസ് ഓഫ് ലോങ് ബോൺസ് ആൻഡ് ഈസ് ഇൻവോൾവ് ഇൻ ഹിമറ്റോപോയിസിസ്. തെറ്റാണ്. അത് ഹിമറ്റോപോയിസിന് വലിയ സ്ഥാനമൊന്നും യെല്ലോ ബോൺ മാരോ വഹിക്കുന്നില്ല. കറക്റ്റാ ചോദിച്ചിരിക്കുന്നത് ബി ആണ് ഉത്തരം അല്ലേ? 1 only. യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ് മക്കളെ ക്വസ്റ്റ്യൻസ് വരിക. എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ ഇതേപോലെ എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് നമ്മൾ എത്തണം കേട്ടോ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ബാക്കി എല്ലാം തമ്പുരാൻ കൊണ്ടുതരും. നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓരോ ക്ലാസ്സിനും 1 മാർക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കുക. ആ 1 മാർക്കായിരിക്കും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പവറായിട്ട് മുന്നോട്ട് പോയിക്കൂടെ? ഓക്കെ, പവറായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ. താങ്ക് യു.